رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي لا يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നാം ഏവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ചെറിയൊരു വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾക്കൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെടുക എന്നുള്ളത് ആ മനുഷ്യൻ സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രവാചകൻ്റെ ഹദീസുകൾ എടുത്താലൊക്കെ നമുക്ക് കൃത്യവും വ്യക്തവുമായിട്ട് കാണാൻ കഴിയുന്നതാണ്. സ്നേഹത്തെ പറ്റി എപ്പോഴും പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആലി ഇംറാനിൽ 31-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാഹ്. അതായത് അല്ലാഹുവെ സ്നേഹിക്കുന്നുവെങ്കിൽ പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ എന്നെ പിൻപറ്റുകയും അങ്ങനെ നിങ്ങൾ എന്നെ പിൻപറ്റുകയാണ് എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആനടക്കം സ്നേഹത്തെ എടുത്തു പറയുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഒരു അവിഭാജ്യമായൊരു വികാരമാണ് സ്നേഹം എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു ഭാഗത്തുകൂടെ നമുക്ക് നമ്മുടെ ആനുകാലികമായിട്ടും അതേപോലെ തന്നെ ഇസ്ലാമികമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഒന്നാമത് അല്ലാഹുവോടുള്ളൊരു സ്നേഹം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും ഉപരിയായിക്കൊണ്ട് നാം സ്നേഹിക്കേണ്ടത് നമ്മുടെ സൃഷ്ടി തമ്പുരാനായ അല്ലാഹുവിനെയാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതാണ് സൂറത്ത് ആലി ഇംറാനിലെ ആയത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ പ്രവാചകനെ പിൻപറ്റുക. അള്ളാഹുവിൻ്റെ സ്നേഹം എങ്ങനെയാണ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് നമ്മൾക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ ചരിത്രങ്ങളിൽ ഒരുപാടുണ്ട്, ആ ഭാഗത്തേക്ക് നമ്മൾക്ക് വരാവുന്നതാണ്. മറ്റൊന്ന്, പ്രവാചകനോടുള്ളൊരു സ്നേഹം. പ്രവാചകനോടുള്ളൊരു സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൃത്യമായി കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പ്രവാചകൻ ചോദിച്ചു, ഉമറെ നിനക്ക് ലോകത്ത് ആരെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ ഉമർ ആദ്യം സ്വാഭാവികം നമ്മളെ തന്നെയാണല്ലോ പറയുക. പക്ഷേ പ്രവാചകൻ തിരുത്തുന്നുണ്ട്, നിന്റെ സ്വന്തം ജീവനേക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബിയെ സ്നേഹിക്കുമ്പോഴാണ് ഒരാളുടെ വിശ്വാസം പൂർണ്ണമാകുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ പ്രവാചകൻ കാണിച്ചു തന്ന കാര്യങ്ങൾ, പ്രവാക്ക്, പ്രവൃത്തി, മറ്റുള്ള അനുധാവനങ്ങൾ, സുന്നത്ത് നമുക്കറിയാവുന്നതാണ്. അത് പ്രവാചകനോടൊരു ഇഷ്ടം ഉണ്ടാകുമ്പോഴാണ് നമ്മളത് ചെയ്യുക. നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മൾ ഒരാൾ പറഞ്ഞൊരു കാര്യം നമ്മൾ എപ്പോഴാണ് ചെയ്യുക? അയാളോട് നമ്മൾക്കൊരു ഇഷ്ടം ഉണ്ടാകുമ്പോഴാണ്. ഇപ്പോൾ മക്കള് നമ്മൾ പറയുന്നത് എപ്പോഴാണ് കേൾക്കുക? മക്കൾക്ക് നമ്മളോടൊരു ഇഷ്ടവും സ്നേഹം ഉണ്ടാകുമ്പോഴാണ്. അതേപോലെ തന്നെ ഭാര്യ നമ്മൾ പറയുന്ന കേൾക്കും, നമ്മൾ ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സ്നേഹവും അതേപോലെ അത് അവർക്ക് ഉണ്ടാകുമ്പോഴാണ്. തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന എല്ലാ വ്യവഹാരങ്ങളും നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. അവിടെയൊക്കെയുള്ളൊരു അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. അതേപോലെ തന്നെ മറ്റൊന്ന്, സഹജീവികളോടുള്ളൊരു സ്നേഹം എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും പറയുന്ന ഹദീസ്, ആദ്യം പറഞ്ഞ ഹദീസിൽ പറയും, നമ്മൾ ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരൻ ഇഷ്ടപ്പെടുന്നത് വരെ ഒരാൾ മുസ്ലിം ആവുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പലപ്പോഴും ഞാനടക്കം ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളൊരു സാധനം കൊടുക്കുന്നതാണെന്ന്. ഇപ്പോൾ ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്ത്രം വേറൊരാൾക്ക് നമ്മൾ ദാനം കൊടുക്കുമ്പോൾ അത് ഞാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിലൊരു ഭക്ഷണം, ഒരു വസ്ത്രം, അല്ലെങ്കിൽ ഒരു പേന, ഒരു മൊബൈൽ, ഇതൊക്കെ എനിക്കിപ്പോൾ നമ്മളെടുത്തൊരു iPhone 16 ആണെങ്കിൽ നമ്മൾ വേറെ ആൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണേ iPhone 16 തന്നെ കൊടുത്താലുള്ളൊരു നമ്മൾ വിശ്വാസിയാവുക എന്നുള്ളതൊക്കെ ഒരു അങ്ങനെയുള്ളൊരു ചിന്ത നമുക്ക് വരാറുണ്ട്. അത് വലിയൊരു ഗിഫ്റ്റിൻ്റെ കാര്യമാണ്. പക്ഷേ നമ്മൾ ഇസ്ലാമിൻ്റെ പല മേഖലകളിലൂടെയും പരിശോധിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തപ്പോൾ അല്ലെങ്കിൽ ഈ വിഷയം ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് സ്നേഹം
തളിരിടുന്ന ഇടങ്ങളാണ്. അപ്പോൾ സ്നേഹം എന്നുള്ളത്, ഇപ്പം എനിക്കൊരാളിൽ ഞാൻ വിശ്വാസിയാണെങ്കിൽ എൻ്റെ സ്നേഹം മറ്റാൾക്ക് കിട്ടണം. എൻ്റെ ചുറ്റുപാടുമുള്ള എൻ്റെ സർക്കിളിൽ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും എന്നിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള സ്നേഹവും സന്തോഷവും അയാൾക്ക് കിട്ടുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് എന്താവുക, ഒരു വിശ്വാസിയാവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മൾക്ക് ഏറ്റവും ജീവിതത്തിൽ മാതാപിതാക്കളുടെ പ്രത്യേകിച്ച് വാർദ്ധക്യത്തിൽ നമുക്കറിയാമല്ലോ, വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു എന്നിട്ട് പിന്നെ ഖുർആനായത്ത് നമുക്കറിയാം. അവർക്ക് ലഭിക്കേണ്ട, അവർക്ക് താങ്ങും തണലുമാവേണ്ട സമയത്ത് നമ്മൾ അവർക്ക് തണലാവണം. നമ്മൾക്കൊരു തണലേകിയ ആളുകളാണ് അവർ. വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അവരെ നമ്മൾ തിരിച്ചു നൽകേണ്ട അവർക്ക് തണലാണ്. തണൽ എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ തണലായിരിക്കണം. അതുകൊണ്ടല്ലേ വലാ തഖുൽ ലഹും ഉഫിൻ, അവരോട് ചേ എന്ന് പോലും പറയരുത് എന്ന് പറയും. നമ്മൾക്ക് ഇഷ്ടമില്ലായ്മ തോന്നുമ്പോഴാണ് നമ്മുടെ പല വാക്കുകളും മറ്റുള്ളവരെ ഹെർട്ട് ചെയ്യുക, വേദനിപ്പിക്കുക. മക്കളെയാണെങ്കിലും ഭാര്യയാണെങ്കിലും മാതാപിതാക്കളെയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ. അതുകൊണ്ട് ആ ഒരു രൂപത്തിൽ സ്നേഹം നോക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ അയൽവാസികളോടുള്ള സ്നേഹം. നമ്മൾക്ക് പലപ്പോഴും ചെറിയ ചെറിയ ഇഷ്യൂകളിലാണ് നമ്മുടെ അയൽപക്ക ബന്ധം വരെ തെറ്റി നിൽക്കുന്ന എത്ര ആളുകളുണ്ടാവും. പലപ്പോഴും നമ്മൾ ആ ഗണത്തിൽപ്പെടുന്നില്ല എങ്കിലും പലപ്പോഴും നമ്മൾ ആലോചിച്ച്, പലപ്പോഴും വർഷങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗേറ്റ് പൂട്ടിയിട്ട ആളുകളുണ്ട്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, ചില നാടുകളിൽ, നമ്മുടെയൊക്കെ നാടുകളിൽ ചില ആളുകൾ ജ്യേഷ്ഠനും അനിയനും തെറ്റിയിട്ട് അനിയൻ്റെ വീട്ടിലേക്ക് പോകുന്ന മതിലെ ഗേറ്റ് പൂട്ടിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ആ താക്കോലെടുത്ത് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ സ്നേഹബന്ധങ്ങൾ അവിടെ തുറക്കണം, പക്ഷെ അത് താഴിട്ട് പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ, അത് അയൽവാസി ബന്ധുക്കളാവാം, നമ്മുടെ പിന്നെ കൂടപ്പിറപ്പുകളാവാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ള പരിചയക്കാരാവാം, പക്ഷെ അവിടെയൊക്കെ അവരോടുള്ളൊരു സ്നേഹം. അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ള മൃഗങ്ങളോടും പ്രകൃതിയോടുള്ളൊരു സ്നേഹമുണ്ട്. അതൊക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾക്ക് അത്യാവശ്യമുള്ളതാണ്, ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. ഒരു പുസ്തകം വായിച്ചപ്പോൾ ഒരു കഥ പറയാം, ചെറിയൊരു കഥയാണ്. ഒരു കുന്നിൻ്റെ പുറത്ത് ഒരു ചെരിവുണ്ട്. ആ കുന്നിൻ്റെ മുകളിൽ ഒരു വീടുണ്ട്, ആ കുന്നിൻ്റെ ചെരിവിലും ഒരു വീടുണ്ട്. ആ പ്രദേശത്ത് വേറെ വീടുകളൊന്നും. ആ വീട്ടിൽ, കുന്നിൻ്റെ പുറത്തുള്ള വീട്ടിൽ ഒരു എഴുത്തുകാരനാണ്, ഒരു സാഹിത്യകാരനാണ് ജീവിക്കുന്നത്. കുന്നിൻ്റെ ചെരിവിൽ പ്രായമായ നല്ല വയസ്സായിട്ടുള്ളൊരു മുത്തശ്ശി, ചെറിയൊരു വീട്ടിൽ. അപ്പോൾ ഈ രണ്ട് പേരും അയൽപ്പക്കക്കാരാണ്. മറ്റ് അയൽപ്പക്ക ബന്ധങ്ങളൊന്നും അടുത്ത് പിന്നെ അവരുടെ സർക്കിളിൽ വേറെ വീടുകളുണ്ട്. ആ സമയത്ത് ഇയാൾ എന്നും രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും വൈകിട്ട് തിരിച്ചു വരികയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ എഴുത്തുമായിട്ടും അദ്ദേഹത്തിൻ്റെ മറ്റ് യാത്രകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് എന്നും രാവിലെ പകൽ സമയം അദ്ദേഹം വീട്ടിലെ പുറത്തായിരിക്കും, രാത്രിയായിരിക്കും അദ്ദേഹം വീട്ടിലേക്ക് വരിക. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ മുത്തശ്ശിൻ്റെ പോകുമ്പോഴും വരുമ്പോഴും ആ മുത്തശ്ശിൻ്റെ അടുത്ത് കയറി അവരുടെ പിന്നെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തു തരാം, എന്തെങ്കിലും വാങ്ങി വരണമെങ്കിൽ മാർക്കറ്റിൽ നിന്ന് അത് വാങ്ങി വരാമെന്നൊക്കെ അദ്ദേഹം അവർക്ക് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അന്വേഷിച്ച് അവർ വളരെ സ്നേഹബന്ധത്തോടു കൂടി അവരിങ്ങനെ കടന്നു പോകുന്ന സമയത്താണ് അദ്ദേഹത്തിന് ദീർഘമായിട്ട് കുറച്ചു കാലം അവിടെ നിന്ന് വിട്ടു നിൽക്കേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഒരു ദിവസം അദ്ദേഹം കാലത്ത് മുത്തശ്ശിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നില്ല, വല്യമ്മൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞത്, പിന്നെ ഞാൻ ഒരു ദീർഘയാത്രക്ക് പോവുകയാണ്, എൻ്റെ എഴുത്തും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ മുത്തശ്ശിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ചെയ്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം, നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ ഞാൻ ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ വളരെ സംഘത്തോടു കൂടി കുറേ നേരം ഉണ്ടാതിരുന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ എനിക്ക് നീ ഒരു സഹായം ചെയ്തു തരാം. അപ്പോൾ പറയുന്നത്, എന്താണ് സഹായം വെച്ചാൽ നിങ്ങൾ പറഞ്ഞു, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള സഹായം ഞാനത് നിങ്ങൾക്ക് ചെയ്തു തരാം എന്ന് പറയുന്നു. ആ മുത്തശ്ശി പറയുന്നുണ്ട്, മോന് വീട്ടിലുണ്ടാവുന്ന സമയത്ത് സന്ധ്യാസമയങ്ങളിൽ വീടിൻ്റെ പുറത്ത് മോനൊരു വിളക്ക് തെളിച്ച് വെക്കാറുണ്ടല്ലോ, വിളക്ക് കത്തിച്ച് വെക്കാറുണ്ടല്ലോ. മോന് പോകുമ്പോൾ ഇന്ന് വൈകിട്ട് മുതൽ മോനിവിടെ ഇല്ല എങ്കിൽ ആ വിളക്ക് അവിടെ കത്തിച്ച് വെക്കണം. അപ്പോൾ ചോദിക്കേണ്ടത് എന്തിനാണ് പിന്നെ മുത്തശ്ശി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, മോനെ വൈകുന്നേരം ഞാനും ഇവിടെ ഒറ്റക്കാണ്, മോന വിളക്ക് അവിടെ കത്തിക്കുമ്പോൾ എനിക്കാരൊക്കെയോ ഒരു തുണയുണ്ട് അടുത്ത് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. എന്നിട്ട് പറയുന്നത്, വിളിപ്പുറത്തൊരാളുണ്ടല്ലോ, ആ ഒരു ആശ്വാസമാണ്, ആ ഒരു പ്രതീക്ഷയാണ്.
എനിക്ക് ഇത് ഉള്ളത്. എന്നിട്ട് അയാൾ വളരെ സങ്കടത്തോട് കൂടി അവിടുന്ന് പോകുമ്പോൾ പിന്നെ വെളിച്ചം അവിടെ കത്തിച്ച് വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു കഥയാണ് എങ്കിലും നമ്മൾക്കറിയാം ജീവിതത്തിൽ വെളിച്ചം ഒരു പ്രതീക്ഷയാണ് എന്ന് പറയുന്ന പോലെ നമ്മളൊക്കെ ആരൊക്കെയോ അല്ലെങ്കിൽ കത്തിച്ചു വെച്ചൊരു വെളിച്ചം, ഞാനും നിങ്ങളൊക്കെ ആർക്കൊക്കെ വേണ്ടിയോ പ്രകാശിക്കുന്ന ഒരു വെളിച്ചമാണ്. ആ വെളിച്ചം നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ് അവർ നമ്മളെ കാണുന്നത്. പക്ഷേ ആ വെളിച്ചം എങ്ങനെ കത്തണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ബൾബാണെങ്കിൽ ഒരു വിളക്കാണെങ്കിൽ ആ വിളക്ക് കത്തുന്നത് പല രൂപത്തിലായിരിക്കും. നന്നായി പ്രകാശിക്കുന്ന വിളക്കുകൾ ഉണ്ടാവും, ബൾബുകൾ ഉണ്ടാവും, വളരെ മിന്നി കത്തുന്നുണ്ടാവും, വളരെ കുറഞ്ഞ ലൈറ്റിൽ കത്തുന്നുണ്ട്. അപ്പം നമ്മളിലേക്ക് ഇങ്ങനെ വരും. നമ്മൾ വളരെ ചെറിയ പ്രകാശത്തിൽ കത്തുന്നൊരു വിളക്കാണോ, അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മിനിങ്ങുന്നൊരു വിളക്കാണോ, അതോ നന്നായിട്ട് പ്രകാശിക്കുന്നൊരു വിളക്കാണോ, മറ്റുള്ളവരുടെ പ്രതീക്ഷയുടെ വിളക്കായി എങ്ങനെയാണ് നമ്മൾ പ്രകാശിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും നമ്മൾ സ്വയം ഒന്ന് ഒരു ആത്മവിമർശനമായിട്ട് നമ്മൾ ഒരു സ്നേഹം കൊണ്ട് മറ്റുള്ളവർക്ക് താങ്ങാവാനും തണലാവാനും നമ്മൾക്ക് കഴിയാറുണ്ടോ എന്നുള്ളതാണ്. സാധാരണ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതീക്ഷകൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. എത്ര പ്രായമായാലും നമ്മൾക്ക് പ്രതീക്ഷകൾ ഉണ്ടാവും. ആ പ്രതീക്ഷകളാണ് നമ്മളെ ജീവിക്കാനും അതേപോലെ തന്നെ കുറേ കാലം പിന്നെ നമ്മുടെ ആയുസ്സും ആരോഗ്യത്തിനുള്ളൊരു മുതൽക്കൂട്ടി എന്ന് പറയും. സാധാരണ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഒരു 55 വയസ്സ് അല്ലെങ്കിൽ 50-55 വയസ്സ് കഴിഞ്ഞാൽ വരുന്നൊരു ചിന്താഗതിയുണ്ട്. നമ്മൾക്ക് സാധാരണ ഈ 55 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡിൽ എന്താ വരിക, ഇനി ഞാനൊന്ന് റെസ്റ്റ് എടുക്കാൻ സമയമായിട്ടുണ്ട്, മക്കളൊക്കെ കുറച്ച് പഠിച്ചൊരു രംഗത്തേക്ക്, ഇനി മക്കൾ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, ഞാനൊരു എന്താ പറയുക, ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പോകട്ടെ. 55 വയസ്സ്, ഈ 55 വയസ്സ് ആരാണ് ഉണ്ടാക്കിയത്? നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കാണ്. കാരണം 70 വയസ്സ് വരെ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ, വർക്ക് ചെയ്യുകയാണെങ്കിൽ അയാൾക്കുള്ള സാലറിയും മറ്റുള്ള കാര്യങ്ങളും നൽകാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും, ഒരു ഫിക്സഡ് ടൈം വെച്ചിട്ട് റിട്ടയർമെൻറ്റ് ടൈം വെക്കും, 55 വയസ്സ്. ആ 55 ഓട്ടോമാറ്റിക്കലി നമ്മളെ സമൂഹം പ്രത്യേകിച്ച് മലയാളികൾ അതെന്താക്കി, നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഈ ജീവിക്കണ നമ്മളൊക്കെ തന്നെ എന്താ പറയുക, ഒരു 50-55 ആകുമ്പോഴേക്കും ഇവിടുന്ന് പോകണം, നാട്ടിൽ പോയിട്ട് ബാക്കി അല്ലേ എന്ത് ജീവിതം നമ്മൾ പറയാ, ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് മോഡൽ നമുക്ക് നാട്ടിൽ ജീവിക്കണം. എനിക്കുണ്ട്, ഇപ്പം ഇരിക്കണ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എന്നും ഇവിടെ നിൽക്കണം എന്നുള്ളൊരു തോന്നൽ നമുക്കൊന്നുമില്ലല്ലോ. നമ്മുടെ ഒക്കെ മനസ്സിൽ നമ്മുടെ കാലമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മുടെ മക്കളൊക്കെ അങ്ങോട്ട് ഉഷാറായാൽ മതി, അവർ കാര്യങ്ങളൊക്കെ നോക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. സത്യത്തിൽ ഇതൊരു തരത്തിലിങ്ങനെ നമ്മളെ മനസ്സിലിങ്ങനെ ഇട്ട് ഇങ്ങനെ ഒരു ചെറുപണം നടത്തി നോക്കി നമ്മളിങ്ങനെ ഇത് ശരിയാണ്, ഒരു വിഡ്ഢിത്താണ് നമ്മളെ പറയുന്നത് എന്നുള്ളത്. കാരണം കാലം കഴിഞ്ഞു എന്ന് നമ്മൾക്ക് എവിടെ പറയാൻ പറ്റും. നമുക്ക് വെല്ലസിറക്ക് ഓതുന്ന ആളുകളാണല്ലോ. കാലം തന്നെയാണ് സത്യം, അതിൻ്റെ അവസാനം ഉണ്ടല്ലോ, ക്ഷമ കൈക്കൊള്ളുകയും മറ്റുള്ളവർ, ഇതൊക്കെ നമ്മൾക്ക് കാലത്തിനെ നമ്മൾക്ക് പഠിക്കാൻ കഴിയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രതീക്ഷ, ഇസ്ലാമിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇസ്ലാം നൽകുന്ന ഒരുപാട് പ്രതീക്ഷകളാണ്. ഇപ്പോൾ ഒരു തെറ്റ് ചെയ്ത, കുറ്റം ചെയ്ത ഒരു മനുഷ്യനോട് അള്ളാഹു പറയുന്നത് എന്താണ്? ഈ പ്രവാചകനോട് വന്നിട്ട് ഒരാൾ പറയുന്നത്, പ്രവാചകൻ ഞാനങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹിൻ്റെ പ്രവാചകൻ അയാൾക്ക് കൊടുക്കുന്ന ഒരു ഹൈ പ്രതീക്ഷയുണ്ട്, ഒരു ഹോപ്പുണ്ട്. നല്ല രൂപത്തിൽ പ്രാർത്ഥിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് എന്ത് ചെയ്യുക, തൗബ ചെയ്യുക. ഈ തൗബ ചെയ്യുക പറയുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷയാണല്ലോ. അപ്പം ഞാനൊരു തെറ്റിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചവനെ പുറത്ത് തരുമോ ഇല്ലേ എന്നല്ല, പക്ഷെ നമുക്ക് എന്തുണ്ടാവും, ഒരു ഹോപ്പുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. അതിൽ ആ പ്രതീക്ഷയിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് പക്ഷെ നമ്മളൊക്കെ എന്താണ്, ജീവിത ഒരു ഏജ് എത്തുന്നതോടുകൂടി നമ്മുടെ പ്രതീക്ഷയൊക്കെ വന്ന് വീടിൻ്റെ ഒരു മൂലയിലേക്ക് ഇങ്ങനെ ഇരുന്ന് അല്ലെങ്കിൽ ചാരി കസേരയൊക്കെ ഉണ്ട്, അതിലിരുന്ന് ഒരു കട്ടൻ ചായ കുടിച്ച് ഒരു പേപ്പറും വായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. നമ്മൾ ജപ്പാനിലുള്ള ഒരു പുസ്തകമുണ്ട്, ഇക്കിഗായ് എന്ന് പറയുന്നത്, ഹെക്ടർ ഗ്രേഷ്യൻ്റെ ഫ്രാൻസിസ് മിറാലസ് എഴുതിയിട്ടുള്ള ഇക്കിഗായ്. മലയാളത്തിൽ അതിൻ്റെ PDF ഒക്കെ കിട്ടും, നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ വായിക്കും. ഇക്കിഗായ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ജപ്പാനീസ് സീക്രട്ട് ഓഫ് ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് എന്ന് പറയുന്നത്. ജപ്പാനിലെ ഒരു ഗ്രാമത്തിലുള്ള ആളുകളുടെ ലൈഫിനെ കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, അവരുടെ ആയുസ്സിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 100 വയസ്സ് വരെ, 90-100ൻ്റെ ഇടയിൽ അവിടെയുള്ള ആളുകൾ ജീവിക്കും. ഇവിടെയുള്ള ആളുകളൊക്കെ നമ്മൾ തന്നെ അതൊരു അവിടുത്തെ ജപ്പാൻ്റെ ജീവിതശൈലി ഒരു പുസ്തകത്തിൽ വരച്ച് കാണിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക,
അവരുടെ ഒരു 70 വയസ്സായ ആൾ, 80 വയസ്സായ ഒരുപാട് പ്രതീക്ഷകൾ, അവരുടെ ജോലി, അവർക്ക് കഴിയുന്ന മേഖലകളിലൂടെയൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഒരു മേഖലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ വേഗം നമ്മളെ ഏറ്റവും ഉള്ള പ്രശ്നം നമ്മളെ ചിന്താഗതി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് മാറി തുടങ്ങാൻ തുടങ്ങും. ഒരു 60-70 എത്തുമ്പോഴേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇനി എൻ്റെ കാലം കഴിഞ്ഞു, നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു? അസ്തമിക്കാനായിട്ടുള്ളൊരു സൂര്യനാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സായാഹ്ന വേളയിലേക്ക് പോയ പോലെ. നേരെ മറിച്ച് പ്രതീക്ഷയുള്ള ഓരോ ആളുകളെ കുറിച്ചും ഇസ്ലാമിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. നമ്മുടെ അവസാന ശ്വാസം വരെ നമ്മൾക്ക് പലതും ചെയ്യാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രതീക്ഷയുടെ ഒരു ലോകമാണ് അതായത് സ്വർഗലോകം എന്ന് പറയുന്നത് തന്നെ ഒരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷയാണ് നമ്മളെ ജീവിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കരുത്ത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ പ്രതീക്ഷകളാണ് ജീവിതത്തിൽ പ്രവാചകൻ എല്ലാ ആളുകൾക്കും അനുയായികൾക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കൊക്കെ അറിയാം, നമ്മൾ ഒരു ഇപ്പം ഇവിടെ എങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂടുന്നതിൻ്റെ ഒരു ബേസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു കുടുംബം ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്തായിരിക്കും? നിങ്ങളെ പറയുന്നത് തന്നെയാണ്, സ്നേഹമാണ് അല്ലേ? സ്നേഹമില്ലാത്തടത്ത് ഒരുമ ഉണ്ടാവും. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മൾ ഒരു 5 ഫ്രണ്ട്സുകൾ എവിടെയെങ്കിലും ഇരിക്കണമെങ്കിൽ ആ 5 ആൾ ഒരേ വൈബ് എന്ന് പറയും. ആ വൈബ് എന്ന് പറയുന്നത് അതിൻ്റെ അടിയിലുള്ള എന്ത്? സ്നേഹം. മറ്റോൻ എന്ത് ചിലപ്പോൾ നമ്മളെ മക്കൾ കാണിച്ച ആ ഒരു തമാശ നമുക്ക് ഇഷ്ടപ്പെടില്ല, ഭാര്യ അത് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല. നേരെ മറിച്ച് കൂട്ടുകാരൻ പറഞ്ഞാലോ ഓക്കെ, അതൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അവരെ മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ പ്രകൃതം മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി വരും. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെയൊക്കെ അടിസ്ഥാനം ഇവിടെ ഒരുമിച്ച് കൂടുന്നതും ഏതാണ്ട് ആ ഒരൊറ്റ നമുക്കുടെ ഇടയിലുള്ളൊരു ആദർശ ബന്ധുത്വത്തിൻ്റെ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം ഉണ്ടാകുമ്പോൾ, സ്നേഹം പൂക്കുന്ന ഇടങ്ങളിലാണ് ആളുകളിലെ പൂക്കൾ എവിടെയാണോ വിരിയുന്നത് അവിടെ ആ പൂവിലെ തേനും അതേപോലെ മധുനുകരാനോ ആ പൂവിൻ്റെ ആകർഷണം ഭംഗിയും കാണാൻ ആളുകൾ എത്തും. നമ്മൾ സ്നേഹം പ്രകാശിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്നേഹം നൽകുന്നൊരു വിളക്കാണെങ്കിൽ നമ്മുടെ അടുത്തേക്കും അതുപോലെ ആളുകളും നമ്മുടെ ബന്ധത്തിൽപ്പെട്ട ആളുകളും സൗഹൃദങ്ങളൊക്കെ വരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു സന്തോഷം അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം എന്നുള്ളത് ഏതൊരു മനുഷ്യരും ഒരുമിച്ച് കൂടുന്നതിൻ്റെ അടിസ്ഥാന വികാരം അത് തന്നെയാണ്. നമുക്കറിയാം സ്നേഹം എന്ന് പറയുന്നത്. ഈ സ്നേഹം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വാക്കിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്കൊരു ചമ്മല് അല്ലേ? ലവ് എന്ന് പറയുന്നതോടുകൂടി ആളുകൾ എന്ത് ചെയ്തു? എന്തോ വേറൊരു ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? പെർസ്പെക്റ്റീവിലേക്ക് കാണാൻ തുടങ്ങും. ഈ ഒരു കവിത എനിക്ക് പാടാനറിയില്ല, കവിത വായിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറയും. കവി പറഞ്ഞതാണ്, ജീവൻ്റെ പൂനില പൊയ്കയിൽ നിന്നൊരു സ്നേഹദളം ഞാൻ അറുത്തു, വേദന തിങ്ങും മനസ്സിന് സ്വാന്തനമായി കൊടുത്തു എന്ന് പറയുന്നത്. ഈ കെ ദാമോദരൻ എന്ന് പറയുന്ന ഒരു കവി, അദ്ദേഹം സ്നേഹത്തെപ്പറ്റി, ലവിനെ പറ്റി പറയുന്നതാണ്. അത് പ്രത്യേകിച്ച് ജീവിതത്തിലെ വേദനകൾ തിന്നുന്ന അല്ലെങ്കിൽ വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന് സ്നേഹം എങ്ങനെ മരുന്നാവുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ജീവന്റെ പൂനില പൊയ്കയിൽ നിന്നൊരു സ്നേഹദളം ഞാൻ അറുത്തു, വേദന തിങ്ങും മനസ്സിന് സാന്ത്വനം. അതായത് വേദന തിങ്ങുന്ന മനസ്സിന് അത് സാധനം മൂപ്പരെന്തായിട്ടുണ്ട്? സാന്ത്വനമായി കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ വേദന ഉള്ളൊരു മനസ്സിന് വേണ്ടത് ഏറ്റവും നല്ല മരുന്ന് എന്ന് പറയുന്നത് സ്നേഹമാകുന്ന ഒരു മരുന്നാണ്. കവി അത് പറയുമ്പോൾ ഈ ഒരു വികാരത്തെ ഏറ്റവും പ്രതീക്ഷയോടുകൂടി പ്രകടിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവുക. ഇപ്പം നമ്മൾക്കൊക്കെ എന്തുണ്ട്? സ്നേഹം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മളെ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്തൊരു സ്നേഹം എങ്ങനെയായിരിക്കും? ഈ കെട്ടി നിൽക്കുന്ന വെള്ളത്തെ പോലെയായിരിക്കും. അപ്പോൾ നമ്മൾക്ക് നല്ല സ്നേഹമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പറയില്ലേ, മക്കളോടൊക്കെ എനിക്ക് നല്ല സ്നേഹമാണ്, പക്ഷെ അത് നമ്മളെന്ത് ചെയ്യൂല, ഇങ്ങോട്ട് പ്രകടിപ്പിക്കൂല. ഭാര്യയോട് നല്ല സ്നേഹം ഉണ്ടാവും, അത് കേട്ട് പ്രകടിപ്പിക്കില്ല. ഭർത്താവിനോടുണ്ടാവും, വാപ്പാനോടും ഉമ്മാനോടും, അല്ലെങ്കിൽ വാപ്പാക്കും ഉമ്മാക്കും തിരിച്ചും ഉണ്ടാവും. ഇതൊക്കെ നമ്മളെ ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വന്നിട്ട്, ഞാൻ വേഗം ഓടിച്ചുവിടാം കാരണം സമയങ്ങൾക്ക് വൈകുന്നു. ഇപ്പോൾ അവർ വന്നിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നബി, ഒരാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നബിനോട് പറയാം, പ്രവാചകൻ എനിക്ക് ആ പോണ ആൾ ഇഷ്ടമാണെന്ന് പറയുന്നു. അപ്പം നബി ഇങ്ങനെ ആരെയും വെച്ച് ഇങ്ങനെ ചൂണ്ടിക്കാണി, നടന്നു പോകുന്ന ഒരു സഹാബി വേറൊരു സഹാബിയെ ചൂണ്ടിക്കാണിച്ചിട്ട് അവർ എനിക്ക് അയാളെ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, നീ എന്നോടല്ല പറയേണ്ടത്, അത് ആരോടാ പറയേണ്ടത്? നീ അവനോട് ചെന്ന് പറ, അവനെ നിനക്കിഷ്ടമാണ് എന്ന് പറയണം. ആ സ്നേഹം
പ്രകടിപ്പിക്കാനാണ് പറയുന്നത്. അയാളുടെ മനസ്സിൽ സ്നേഹം ഉണ്ടായിട്ട് മറ്റൊരാളോട് സ്നേഹം, ഇപ്പം എനിക്ക് മൂപ്പരോട് ഇഷ്ടമാണ്, ഒരു സൗഹൃദത്തിൻ്റെ ഇഷ്ടം ഉണ്ടാകുമ്പോൾ ഞാൻ വേറെ പിന്നെ തായരുമയിലോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ പറയേണ്ടതും പ്രകടിപ്പിക്കേണ്ടതും അയാൾക്ക് എന്നിൽ നിന്നത് ഉണ്ട് എന്ന് തോന്നണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രകടിപ്പിക്കണം. അത് പ്രകടിപ്പിക്കാത്ത സ്നേഹം എന്നൊക്കെ പറഞ്ഞൊരു മരീചിക പോലെ, അങ്ങനെ ആർക്കും അതിനോടൊരു ഉപകാരവും ഇല്ലാത്ത പോലെ. അതുകൊണ്ടാണ് ഈ പറയുമ്പോൾ ഒരാൾ നമ്മളോട് വന്നിട്ട് എനിക്ക് തന്നെ ഇഷ്ടം, പറയുന്ന ആൾക്കും കേൾക്കുന്ന എനിക്കും അതിനോടുണ്ടാവുന്ന ഒരു എന്താ പറയുക, നമ്മൾ ഒരു കൈ കൊടുക്കുമ്പോൾ ഉണ്ടെന്ന് ഒരു പുഞ്ചിരി. അതുകൊണ്ടാണല്ലോ പലപ്പോഴും ഇസ്ലാം പുഞ്ചിരിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഇടയിലുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ ഒരാളോട് പറയുമ്പോൾ എൻ്റെ സ്നേഹം പ്രകാശിക്കുകയാണ്, അത് എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെന്നെ പറയുന്നുണ്ട്. ഭയങ്കര രസകരമായിട്ടാണ് സ്നേഹത്തെപ്പറ്റി പല ആളുകളും സംസാരിക്കാറുള്ളത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ പിന്നെ പുഞ്ചിരിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, തബസ്സമുക ഫീ വജ്ഹി അഖീക ലക സദഖക എന്ന് പറയുന്നത്. നമ്മളൊരു സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സ്വതക്കയാണ്. ഈ സ്നേഹം, പുഞ്ചിരി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് സ്നേഹത്തിൻ്റെ ഒരു വാതിലാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളാരും എന്നെ കണ്ടിട്ട് ചിരിക്കണില്ലെങ്കിൽ എന്തായിരിക്കും? ഇപ്പം എൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കാതെ പോവുകയാണെങ്കിൽ എനിക്ക് കുറച്ചൊരു അൺകംഫർട്ടാകാരം. അങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ശരിയാണ്. ഇപ്പം ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മളെ പണ്ടാരോ പറഞ്ഞു തമാശ പറഞ്ഞിട്ട് ചിരിക്കാത്ത ആളങ്ങനെ നോക്കിയിട്ട് മുഖത്തേക്ക് നോക്കി അയാൾ ചോദിച്ചു നിങ്ങൾ എന്തേ പറഞ്ഞു? തമാശയാണ് വെച്ചു. അപ്പോൾ പലപ്പോഴും നമ്മൾ ചില ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ചില ക്ലാസ് എടുക്കുന്ന ആളെ കാണുമ്പോൾ തന്നെ നമുക്ക് ചിരിക്കാൻ തോന്നും. ചില അധ്യാപകരെ കണ്ടിട്ടില്ല ക്ലാസ്സിൽ വന്നാൽ പിന്നെ കുട്ടികളോട് നമ്മളല്ലേ ശ്വാസം മൂക്കിത്തെ ചൂളം വരെ കേൾക്കില്ല, ശ്വാസം വിടുന്ന സൗണ്ടും കൂടി നമ്മൾ പുറത്ത് അധ്യാപകരുടെ മുമ്പിൽ ഇങ്ങനെ വല്ല ഹിറ്റ്ലറുടെ മുമ്പിൽ ഇരിക്കുന്ന പോലെ ഉണ്ടാവും ചില അധ്യാപകരെ ക്ലാസ് ഭയങ്കര ലൈവായി. അപ്പോൾ അവിടെ ഒരു ചിരിക്കുന്ന മുഖം എന്ന് പറയുന്നത്, പുഞ്ചിരിച്ച മുഖം എന്ന് പറയുന്നത് അതാണ് ഒരു സ്നേഹത്തിൻ്റെ പിന്നെ റൂമിലേക്കുള്ളൊരു താക്കോലാണ് പുഞ്ചിരി. അപ്പോൾ ചിരിക്കുക, രാവിലെ കാണുമ്പോൾ നടക്കാനിറങ്ങുമ്പോൾ നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ ഈ പല ആളുകൾ സലാം പറഞ്ഞിട്ട് ഒരു ചിരി ധരിച്ചാൽ നമ്മൾ അന്നത്തെ ദിവസം തന്നെ ഭയങ്കര ഹാപ്പി. ഇപ്പോൾ ഒരാൾ നടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ നടന്നു വരുമ്പോൾ അയാൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മളുണ്ടല്ലോ ഒരാളെ ഇടം കണ്ടിട്ട് നോക്കിയിട്ട് തല മാറ്റി പോകുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ ഞാനൊക്കെ ചെയ്യാറുണ്ട്. നമ്മളെ തന്നെ വിമർശിക്കുമ്പോൾ നമുക്കറിയാത്ത ആളാണ് നമ്മൾ ആ ഭാഗത്തു നിന്ന് മാറിപ്പോകും. പക്ഷേ ഇസ്ലാം അങ്ങനെയല്ല പഠിപ്പിച്ചത്. ഇസ്ലാം സലാം പറയണം, പുഞ്ചിരിക്കണം സഹോദരൻ. അതൊരു സ്വതക്കയാണ്. ആ സ്വതക്ക എന്ന് പറയുമ്പോൾ ഒരു പുഞ്ചിരി, സമൂഹത്തിൽ പരസ്പരം സ്നേഹവും സന്തോഷവും വളർത്താൻ നമ്മുടെ പുഞ്ചിരികൾ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഒരു പുഞ്ചിരി നൽകുന്ന ആശ്വാസവാക്ക്. ഇപ്പോൾ വലിയ കുറേ കാര്യങ്ങൾ പറയുന്നതിനേക്കാളും ഒന്ന് ചിരിച്ചാൽ മതി. ചിലപ്പോൾ ചില ആളുകൾ നമ്മളോട് ഇപ്പം മക്കൾ വന്നിട്ട് ചോദിച്ചില്ലേ, അപ്പം ഞാൻ ആ സാധനം എടുക്കട്ടെ എന്ന് വെച്ചാൽ ബൈക്ക് അപ്പം ഞാനൊന്ന് എടുക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ബൈക്ക് എടുത്തോ, ഞാനത് നോക്കട്ടെ, അതിൽ എണ്ണ ഉണ്ടോ ഇങ്ങനെ പറയണമെങ്കിൽ ചിരിച്ചിട്ടോ എടുത്തോ എന്ന് പറഞ്ഞാൽ എന്തായാലും ഹാപ്പിയാണ്. കാരണം ആ ചിരിയിൽ തന്നെ അതിനുള്ള സമ്മതം, അതിൻ്റെ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ സംസാരിക്കുന്നതിനേക്കാളും നല്ലത് മനഃശാസ്ത്രപരമായിട്ട് പുഞ്ചിരിക്കുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ചിരിച്ച മുതലേ. ഇപ്പോൾ പഴയ ആളുകളിൽ പൂമുഖവാതിൽക്കൽ സ്നേഹം പുലർത്തുന്ന പൂന്തിങ്കളാവുന്ന ഭാര്യ എന്ന് പാടില്ല. അത് ഏത് ഭാര്യനെയാണ് പറയുക, ആരുടെ ഇരിക്കണവരല്ല കേട്ടോ പറയാം. നമ്മളൊക്കെ ഒരു ഇതിൽ പറയുമ്പോൾ കയറി വരുമ്പോൾ വാതിൽ ഉറക്കുമ്പോൾ തന്നെ നമ്മൾ മുഖത്തേക്ക് ഒരു ദേഷ്യത്തിൽ നോക്കുന്ന ഭാര്യയിൽ നമുക്ക് വല്ല നമ്മളിത് വിടരുമോ? സ്നേഹം വിടർത്താൻ കഴിയില്ലല്ലോ. അവിടെ ചിരിച്ചൊരു മുഖത്തോടെ, ഭർത്താവ് ചിരിച്ച മുഖത്തോടെയാണ് വീട്ടിലേക്ക്. മറ്റേത് കാറ് നിർത്തുന്നു, ഇതെടുക്കുന്നു, ഫ്ലാറ്റിൻ്റെ ഡോറ് തുറക്കുന്നതോടുകൂടി നിങ്ങളെന്തേ വൈകി ചോദിക്കുമ്പോഴൊരു നോട്ടം ഉണ്ടാവും. പിന്നെ ബാഗ് അങ്ങോട്ട് എറിയുന്നു. പിന്നെ അവിടെ എന്ത് സ്നേഹം, പിന്നെ അങ്ങോട്ട് ചെല്ലാൻ കഴിയുമോ? അപ്പോഴേക്കന്നെ മക്കളോട് നിങ്ങളെ തന്ത ഭയങ്കര ദേഷ്യത്തിലാണ് ഇപ്പോൾ പോകണ്ടാറ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. നേരെ കുറച്ച് ചിരിച്ച് എന്നാൽ മൊത്തം ആ ഒരു അന്തരീക്ഷം, ആ ഒരു സിറ്റുവേഷൻ തന്നെ ഹാപ്പി ആയിരിക്കുന്നത്. അതുകൊണ്ട് പരസ്പരം ചിരിക്കുമ്പോൾ, ഒരു കൈ കൊടുക്കുമ്പോൾ അത് അറിയാതെ ഒരു സ്നേഹത്തിൻ്റെ ഒരു കൈമാറലാണ് എന്നുള്ളതാണ്. എന്നാലും തന്നെ ഇപ്പോൾ നമുക്കൊക്കെ പലപ്പോഴും സലാം പറയിപ്പോൾ ഇതിലൊക്കെ നമുക്കൊരു കൈ കൊടുക്കുമ്പോൾ അത് വലിയ ഒരു ഇതായിരിക്കും, ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അങ്ങോട്ടും ചില ആളുകളുണ്ടല്ലോ നമ്മളോട് സംസാരിക്കുമ്പോൾ ടച്ച് ചെയ്ത് സംസാരിക്കുന്ന ആളുകളുണ്ടാവും. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ഇങ്ങനെ കൈമ പിടിച്ചിട്ട്. അല്ലെങ്കിൽ ചില ആളുകളുണ്ട്, പണ്ട് നമ്മളൊരു മാഷുണ്ടായിരുന്നു, മൂപ്പര് നമ്മളെ ചെവിമൊക്കെ ഇങ്ങനെ, നമുക്ക് മൂപ്പരോട് ഭയങ്കര ഒരു ഇതാണ്, അറ്റാച്ച്മെൻ്റാണ്. നമ്മൾ അടങ്ങി നിൽക്കും. നേരെ മറിച്ച് കണ്ടിട്ട് കയ്യും തരൂല, ഒന്നിങ്ങനെ എവിടെയുടെ അപ്പോൾ വർക്ക് ചെയ്യണം അങ്ങനെ പോകുന്ന ഒരാളെ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളെ മൈൻഡിൽ എന്നും പിന്നെ എപ്പോഴും ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ, ഒരു ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ ഓടിയെത്ത നമ്മളോട് വളരെ പിന്നെ ഇൻറ്റിമസി ആയിട്ട് പെരുമാറിയ അധ്യാപകരൊക്കെ ആയിരിക്കും.
അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മളെപ്പോഴും നമ്മുടെ കൗമാരക്കാരെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും ചെറിയ കുട്ടികളെയൊക്കെ എടുത്തു വരില്ല, അവരോടൊക്കെ നമ്മൾ സ്നേഹത്തെ പറ്റി സ്നേഹം എന്ന വാക്ക് അവർ കേട്ടിട്ടുണ്ടോ ചോദിച്ചാൽ അവരെന്താ പറയുക? നമ്മളെ മക്കളോട് നിങ്ങൾ സ്നേഹത്തെ പറ്റി കേട്ടിട്ടുണ്ടോ, സ്നേഹം കേട്ടിട്ടുണ്ടോ എന്ന് അവരെന്ത് പറയും? ഓക്കെ പറയും, ആ കേട്ടിട്ടുണ്ട്. നിങ്ങൾ അവരോട് ലവ് കേട്ടിട്ടുണ്ടോ ചോദിച്ചാൽ അവരെന്താ പറയും? ഇത് ഒരു പ്രത്യേക ചിരി ഉണ്ട് അവർക്ക് അല്ലേ? അവർക്ക് തന്നെ ലവ് എന്താ വാപ്പ ചോദിക്കണേ, അല്ലെങ്കിൽ എന്താ മമ്മി ചോദിക്കണേ? നമ്മൾ ചോദിക്കണേ എന്താ? സ്നേഹത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ചോദിച്ചത്. പക്ഷേ ആ വാക്കിന് നമ്മൾ ഓൾറെഡി എന്താക്കി മാറ്റിയിട്ടുണ്ട്? അത് എന്തോ ഒരു ആൺകുട്ടി വേറൊരു പെൺകുട്ടിയോട്, അല്ലെങ്കിൽ ഒരു പുരുഷൻ വേറൊരു അല്ലെങ്കിൽ ഒരു സ്ത്രീയോട് തോന്നുന്ന എന്തോ ഒരു വികാരത്തിൻ്റെ പേരായിട്ടാണ് മാറ്റിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കറിയാം ഈ വാലന്റൈൻസ് ഡേ എന്നാണ് ഫെബ്രുവരി 4. നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ഇയർ ഏതാണ് അല്ലേ? ഇപ്പം നമുക്ക് AD 600, ഞാൻ ഇടക്കതിൽ 632 എഴുതി വെച്ചാൽ കാരണം നമുക്ക് എപ്പോഴും മാറും. ഞാൻ പറഞ്ഞത് ഇത് ആരെയും കുറ്റപ്പെടുത്താൻ, നമ്മളെ മൈൻഡിൽ വാലന്റൈൻസ് നല്ലൊരു സ്നേഹത്തിൻ്റെ ദിനമാണ് അല്ലേ? വേഗം ഓടി എത്തണതാണ്. ഈ വാലന്റൈൻസ് ഡേൻ്റെ ഒരിക്കൽ നമ്മളെ ISMൻ്റെ യൂണിറ്റി ഫാമിലി ക്ലാസ് നാട്ടിലുണ്ടാകും. അതിൽ ഒരു അധ്യാപകന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു രസകരമായൊരു സംഭവം പറഞ്ഞു. ഇപ്പം നമുക്ക് ഇവിടെ പറയുന്നതിന് പ്രശ്നമില്ല, നമ്മളാളുകളുണ്ട്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, പരിചയക്കാരൻ്റെ സ്കൂളിൽ ഒരു വാലന്റൈൻസ് ഡേയുടെ അന്ന് ഒരു കുട്ടി വേറെ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിക്ക് ഒരു ലെറ്റർ കൊടുത്തു, ഒരു കത്ത് കൊടുത്തു. അപ്പോൾ ടീച്ചറൊക്കെ ഇങ്ങനെ ചെറുക്കൻ്റെ അടുത്ത് പെൺകുട്ടി എന്ത് ചെയ്തു? ഇത് ഏത് ക്ലാസ്സാണ്? 2ാം ക്ലാസ്സിലെത്തിയാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പെൺകുട്ടി അപ്പുറത്തെ ബെഞ്ചിലിരിക്കുന്ന ആൺകുട്ടിക്ക് വാലന്റൈൻസ് ഡേ ഇത് അവൾ കണ്ടിട്ടുണ്ട്, അത് കൊടുത്ത ഇവന് നിഷ്കളങ്കനാണ്, ഈ കൊടുത്ത പെൺകുട്ടി നിഷ്കളങ്കനാണ്. ഇവനെ ടീച്ചറെ വിളി എനിക്കൊരു കത്തെന്ന് പറഞ്ഞു. ടീച്ചർ ഇങ്ങനെ വാങ്ങി ഇങ്ങനെ തുറന്ന കുറിപ്പ് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് മലയാളത്തിലെ രീതികൾ കുറേ അക്ഷരത്തെറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ 2 സാധനങ്ങളിൽ ഒരു തെറ്റുമില്ല. ഏതായിരിക്കും 2 സാധനങ്ങൾ എഴുതിയിട്ടുണ്ടാകും? ഒന്ന് ലവും, പിന്നെ അതിൻ്റെ ഒരു ചിഹ്നം ഉണ്ടല്ലോ, പിന്നെ ഒരു സ്നേഹത്തിൻ്റെ ചിഹ്നം. ഇതിൽ ഒരു പ്രശ്നമില്ല. കാരണം ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലായിടത്തും കാണും. ഇപ്പം ലവ്, ഇപ്പം നമ്മളൊക്കെ പബ്ലിക് ബാത്റൂമിൽ കയറിയാൽ ആദ്യം കാണുന്ന ലവ് ചിഹ്നം ഉണ്ടാവും, ഒരു ലവ് ഉണ്ടാവും, ചിഹ്നം വെച്ചിട്ടുണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. ബസ് സ്റ്റോപ്പിലുണ്ടാവും, പിന്നെ എവിടെ ലിഫ്റ്റിൽ വരെ, ഇവിടെ ലിഫ്റ്റിൽ വരെ നമുക്കറിയാം, പിന്നെ താക്കോലുകൊണ്ട് വരച്ചു വെച്ചിട്ടുണ്ട് ചില ഇത് ആളുകളൊരു കുറ്റമല്ല, അവരുടെ മനസ്സിലൊരു സ്നേഹം അത് അവിടെ എക്സ്പ്രഷൻ ചെയ്യാണ്, വരച്ചു വെക്കണം. ഇപ്പം ടീച്ചറിന് കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? പ്രത്യേകിച്ചൊരു ഇല്ല, ടീച്ചർ ഒന്നും ഇടങ്ങേറായി ഇങ്ങനെ. പിന്നെ ടീച്ചർക്ക് അവരിതിലേക്ക് വന്നു, ടീച്ചറുടെ ഒരു സ്റ്റാൻഡിലേക്ക് ടീച്ചർ വന്നിട്ട് ടീച്ചറെ കുട്ടിയെ അങ്ങനെ വിളിക്കുന്നുണ്ട് വേദിയിലേക്ക്. മോളിങ്ങോട്ട് വന്നാറുണ്ട്. മോളങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് ടീച്ചർ ഒരു ചോക്ക് കൊടുത്തിട്ട് പറഞ്ഞു, മോള് ആ ലെറ്ററിൽ അവസാനം എഴുതിയ വാക്കുണ്ടല്ലോ അത് ഈ ബോർഡും എന്നാണ് എഴുതിക്കാൻ. കുട്ടി ഭയങ്കര ബേജാറായി, കാരണം എഴുതിയതേ തെറ്റായിപ്പോയി. ഇനിയിപ്പോൾ അതിലേറെ പോയി എല്ലാ കുട്ടികളെയും മുമ്പിൽ എന്ത് ചെയ്യണം? ഇത് ബോർഡുമ്മ ഇത് എഴുതണം. അങ്ങനെ ആ കുട്ടി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലവ് എന്ന് വെച്ചു. അപ്പോൾ ടീച്ചർ ബാക്കിയുള്ള കുട്ടികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഇത് കുട്ടികളോട് പറഞ്ഞത് നിങ്ങൾ കണ്ടിക്കണോ ചോദിച്ചാൽ കണ്ടിക്കണു, ഇതെന്താ വായിക്കുക എന്ന് ചോദിച്ചു. കുട്ടികളെ ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഒരു നാണത്തിൻ്റെ ചിരിയാണ്. അപ്പോൾ ടീച്ചർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സിറ്റുവേഷൻ വളരെ സ്നേഹപൂർവ്വം ഹാൻഡിൽ ചെയ്യുന്നതാണ്. ആ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ ആ കുട്ടിയോട് വളരെ എന്താ വെച്ചാൽ സ്നേഹത്തോടു കൂടി പറയുന്നുണ്ട്. മൊത്തിരിക്കുന്ന കുട്ടികളോട്, മക്കളെ ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന ഒരു മഹാവികാരത്തിൻ്റെ പേരാണ് ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന ഒരു മഹാവികാരത്തിൻ്റെ പേരാണ്, അതാണ് സ്നേഹം. അതിൻ്റെ ഇംഗ്ലീഷ് പേരാണ് ലവ് എന്നുള്ളത്. അപ്പം നമ്മളൊക്കെ പണ്ട് നമ്മളിപ്പോൾ എഴുത്തിലാണ് ലവ് എന്നുള്ളത്. പണ്ട് നമുക്കറിയാലോ അല്ലേ? പണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ചിട്ടാണെങ്കിൽ ഏറ്റവും കൂടുതൽ പണ്ട് കത്തുപാട്ടുകളിൽ എന്തായിരുന്നു? സ്നേഹമല്ലായിരുന്നു അല്ലേ? പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ മുമ്പിലിരിപ്പം എന്നേക്കാളും പ്രായമുള്ള പ്രവാസികൾക്കല്ലേ, എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ, പിന്നെ എന്താ പറയുന്നത് ബാക്കി നിങ്ങൾ പറയും, സ്വന്തം ഭാര്യ എഴുതുന്നു അല്ലേ, പിന്നെ ഏറെ പീരീശത്താൽ ചൊല്ലിടുന്നു അസ്സലാം അല്ലേ. ഇത് ആ പിരിശെന്ന് പറയുന്നത് എന്താ? ഞാൻ പിരിശത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് വാക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിരിശെന്ന് പറഞ്ഞാൽ എന്താ? ബേക്കറിക്ക് നിങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ ഭാര്യ ഭർത്താവിനെ എഴുതിയതാണ്. പിരിശെന്ന് പറഞ്ഞ സ്നേഹം
അല്ലേ? ലവ് നമ്മൾ ഹിന്ദിയിൽ പറയുമ്പോൾ മറ്റേ ഇപ്പം പറയുക ഇതിലൊക്കെ പറയുന്നത് മുഹബത്താവും പ്യാർന്നാവും. പക്ഷെ നമുക്കത് ഇംഗ്ലീഷിലാവും. ഇപ്പോൾ ഒരാൾ ഇല്ല എനിക്ക് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു കുട്ടിയോട് ഇപ്പം നിങ്ങളെ പറയുമ്പോഴല്ലേ പക്ഷേ ഒരു പെൺകുട്ടി നമ്മളെ കൂട്ടിയത് എനിക്ക് അവളോട് പിരിശുണ്ട് ഉമ്മ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഞാൻ പറയണം ഉമ്മ എനിക്ക് അവളോട് ലവ് ആണ് പറഞ്ഞാലോ, അല്ലേ? ആ സമയം അത് മാറിയല്ലോ. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ നമ്മളാ ഒരു ടേമിനെ നമ്മൾ ഇതാക്കിയതാണ്. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഏറ്റവും മനസ്സിലാക്കുന്നത് ഈ ഒരു കഥ ഞാൻ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ ഒരു സ്നേഹത്തിൻ്റെ ഒരു ആ സമയത്തെ ലോകത്തിൻ്റെ ഏറ്റവും ഒരു പ്രപഞ്ചത്തിൻ്റെ നിലനിൽക്കുന്ന ഏറ്റവും ഒരു വികാരമാണ് ഏത്? സ്നേഹം എന്നുള്ളൊരു വികാരം നിലനിൽക്കുമ്പോഴാണ്. ഇപ്പോൾ ലോകത്ത് യുദ്ധങ്ങൾ നടക്കുമ്പോൾ ഈ സ്നേഹമില്ലായ്മയാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം. അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ആണല്ലോ, മറ്റുള്ള ഒരു രാജ്യത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ രാജ്യത്തെ ആളുകളുടെ ഒരു യുദ്ധം വരുത്തുന്ന വരുതികളും പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തവരൊന്നുമല്ലല്ലോ. പക്ഷെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇത് ഉണ്ടെങ്കിൽ, ഒരു സിമ്പതി എമ്പതി ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യും? ഇല്ലാതെയാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക്, ഒരു സ്നേഹത്തിൻ്റെ ഒരു ചുറ്റുപാടിലേക്ക് നമ്മുടെ വീടും പരിസരങ്ങളൊക്കെ വളരേണ്ടതുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് പരസ്പരം ഈ ഒരു നമ്മൾ പറയുന്ന ഒരു സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു പ്രശ്നം. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് കാണിച്ചു തന്ന പോലെ സ്നേഹങ്ങളുണ്ട്. നബി ഖദീജ ബീവിയോടുള്ള സ്നേഹം നമുക്കറിയാം. ഒരു ഭർത്താവിന് അവിടെ പ്രവാചകനായിട്ടല്ല നമ്മൾ കാണുന്നത്. ഒരു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനല്ലാതെ മുഹമ്മദ് എന്നൊരു വ്യക്തിക്ക് ഖദീജ എന്നുള്ള വ്യക്തിയോടുള്ള സ്നേഹം, ആ ഒരു സ്നേഹത്തിൻ്റെ അളവ് എത്രമാത്രം ഉണ്ടായിരുന്നു നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് പഠിച്ചിട്ടില്ലേ? ഒരിക്കൽ ആയിഷ ബീവിയോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ആയിഷ ബീവി എന്തോ ഖദീജയുടെ മദ്ഹുകൾ, ഓരോ കാര്യങ്ങൾ മരണപ്പെട്ട ശേഷം നബി ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഖദീജ ആയിഷ ബീവി റളിയല്ലാഹു എന്തോ പറഞ്ഞു നിങ്ങൾക്കറിയാലോ. അപ്പോഴേക്ക് നബി എന്ത് ചെയ്തു? നബിയുടെ മുഖം വിവർണമായി ചുവത്ത് തുടുത്തു എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഭാര്യയായി കടന്നു വന്ന ഖദീജ ബീവി നൽകിയ താങ്ങും തണലും സ്നേഹത്തിൻ്റെ ഊഷ്മളതയിലെ പ്രവാചകനെ വളരെ സാന്ത്വനപ്പെടുത്തുകയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. അതിലേക്ക് ആരെങ്കിലും എതിർത്ത് പറയുമ്പോൾ അപ്പോഴേക്ക് പ്രവാചകൻ ദേഷ്യപ്പെടും. ഇനി നമ്മളെ ഇതിലേക്കൊന്ന് ഞാനടക്കം നിങ്ങൾ നോക്കണം. നമ്മളെ ഭാര്യൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു കുറ്റം നമ്മളെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, ഇപ്പോൾ ഭാര്യൻ്റെ ഉമ്മ പറയണം ഓൾ അങ്ങനെയാണ് പറഞ്ഞാൽ നമ്മളെന്താ പറയാം? ആ ശരിയാണ് നിങ്ങൾ പറഞ്ഞ 100%. എപ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ മേലാലും നിങ്ങളെ മകളായിരിക്കും എൻ്റെ ഭാര്യയെ പറ്റി അങ്ങനെ പറയരുത് ഉണ്ടോ? നമ്മളടക്ക് ചിരിക്കും. ഇപ്പം എൻ്റെ അമ്മനെ എന്നെ പറ്റി പറഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ പറയണ്ടല്ലോ ചോദിച്ചില്ലേ. ഇവിടെ നമ്മൾ അത് ചിലപ്പോൾ അവരോട് സ്നേഹമില്ലായ്മ, പക്ഷെ നമ്മൾ അങ്ങനെ പ്രവാചകൻ്റെ ഒരു മാതൃക നമ്മൾ ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി, നടപ്പിലാക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ജീവിതത്തിൽ ആ ഒരു മേഖലയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ ഒരു ഇതിലേക്ക് പിന്നെ സ്നേഹത്തിൻ്റെ പിന്നെ തലങ്ങളെ നമ്മൾ കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ മീഡിയകളുടെയും ഈ സിനിമകളുടെയും സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു അതിപ്രസരണം മൂലമാണ് ഏറ്റവും കൂടുതൽ ഈ സ്നേഹവും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ എങ്ങനെയാ വെച്ചാൽ നമ്മൾ സ്നേഹം കാണിപ്പോൾ റീലിൽ കൂടിയായിരിക്കും. ഇപ്പോഴത്തെ ഒരു നമ്മളുണ്ടല്ലേ ഭാര്യ ഭർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു റീല് കണ്ടാൽ മതി, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന അതിൻ്റെ അൽഗോരിതം നമുക്ക് എന്താ വരിക, പിന്നെ നാട്ടിൽ എല്ലാ ഭാര്യയും ഭർത്താവും സ്നേഹിക്കുന്ന റീലുകൾ ഇങ്ങനെ വരും. നമ്മളൊക്കെ കാണാറുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഞാൻ കാണാറില്ലെന്നൊന്നും പറയണ്ട, നമ്മൾ തോണ്ടിയാൽ അത് വരും. ഞാനടക്കം നിങ്ങളൊക്കെ അത് കാണുന്നതായിരിക്കാം, പക്ഷെ നമ്മൾ അതിൻ്റെ പ്രോത്സാഹിപ്പിക്കല്ലോ. അങ്ങനെ അതിൽ കാണുന്ന അല്ലെങ്കിൽ ആ ഒരു പിന്നെ ഇതുണ്ടല്ലോ ഇത് എല്ലാ അതിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ പാർട്ട്ണറോട് അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളികളോട് നമ്മൾക്ക് ചിലപ്പോൾ പ്രകടിപ്പിക്കാൻ കഴിയാൻ പറ്റില്ല. പല ആളുകളും പല ഫ്രെയിമിലായിരിക്കും അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുക. ഇപ്പം എനിക്കുള്ള എൻ്റെ ദേഷ്യം, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സാഹിബ് ഇവരെ ദേഷ്യം രണ്ട് തരം. ദേഷ്യം ഒന്നായിരിക്കാം, പക്ഷേ അത് പ്രകടിപ്പിക്കുക എങ്ങനെയായിരിക്കും? ചിലൊരു ദേഷ്യം അത് കണ്ടല്ലോ മിണ്ടാതിരിക്കും, കണ്ടിട്ടില്ലേ? നമ്മൾ പറയും ചിലപ്പോൾ ഇപ്പം എനിക്കൊക്കെ എൻ്റെ വാപ്പനിങ്ങനെ വാപ്പ ദേഷ്യം മിണ്ടാതിരിക്കുക. കാരണം മിണ്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, പക്ഷെ എന്താണ് ഇയാൾ ഇനി അടുത്തത് പറയുക എന്താ ചെയ്യാന്നറിയില്ല. ഒന്നും പറയില്ല, പക്ഷെ മിണ്ടാതിരുന്നൊരു നോട്ടം, ആ നോട്ടം നമ്മൾ പറയും. പലപ്പോഴും നമ്മൾ വാപ്പ 2 അടി അടിച്ചാലും പ്രശ്നമല്ല, പക്ഷെ നോട്ടം, ആ കണ്ണട അടി കൂടി ഒരു നോട്ടമുണ്ട്, അത് കണ്ടാൽ പിന്നെ നമ്മൾ വിറച്ചിരിക്കും. ജീവിതത്തിൽ ആകെ ഒരു അടികൾ കിട്ടിയില്ല, സത്യമാണ്, ഒറ്റടി. പക്ഷേ ഞാൻ ഉമ്മാനോട് എപ്പോഴും വാപ്പ ഒരു 10 അടി അടിച്ചാലും പ്രശ്നം, നോക്കുന്നതും അല്ലാത്ത പേടിയാണ്. അത് നമുക്ക് പ്രശ്നമാണ്. വാപ്പ അടി കൂടുതൽ കിട്ടിയാൽ നമുക്ക് എന്തുണ്ടാവില്ല, സാധാരണ പേടി ഉണ്ടാവില്ല.
പക്ഷെ നേരെ മറിച്ച് നിങ്ങളെ മക്കളടിക്കാതെ സ്നേഹിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളെ മുഖത്തിൻ്റെ ഒരു ഭാവന ഒന്ന് മാറ്റിയാൽ മതി. ആ കുട്ടികൾ അവിടെ എന്ത് ചെയ്യും? അവിടെ നിൽക്കും അല്ലേ? കണ്ടോ, ഇവർക്കൊക്കെ അറിയാം. ഒരു നമ്മളെ തന്നെ നോക്കിയിട്ട് നമ്മൾ ഇവർക്കതാണ് ഓർക്ക് സപ്പോർട്ടിൽ പറഞ്ഞവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ ഓരോ ആളുകളുടെയും പ്രകൃതം മനസ്സിലാക്കിയിട്ട് നമ്മൾ പെരുമാറും. ഭാര്യയുടെ പ്രകൃതം, മകൻ്റെ പ്രകൃതം, വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പ്രകൃതം, അങ്ങനെ ആ ഒരു പ്രകൃതത്തിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ സ്നേഹം എല്ലായിടങ്ങളും പുഷ്പിക്കാനും അത് തളിർക്കാനും അങ്ങനെ ആ സ്നേഹം പൂക്കുന്ന ഇടങ്ങളായി മാറാൻ നമ്മൾക്ക് കഴിയും. നിങ്ങൾ ഈ റഫീഖ് അഹമ്മദിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? റഫീഖ് അഹമ്മദിൻ്റെ കവിതയിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മ എന്ന് പറയുന്നൊരു കവിത ഉണ്ട്. കേട്ടിട്ടുണ്ടായിരുന്നു? നമ്മൾ ഇടയ്ക്കൊക്കെ ഞാൻ അതിനങ്ങനെ നമ്മൾ ഈ ഖുർആൻ ഹദീസൊക്കെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പല കാര്യം നമ്മുടെ ജീവിതഗന്ധിയായിട്ടുള്ള ഓരോ വിഷയങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ തന്നെ കവിതകളൊക്കെ കേൾക്കാം. അതിൻ്റെ നല്ല വശങ്ങൾ എടുക്കുക, കവിതകളുടെ ഭാവനകളായിരിക്കാം. പക്ഷേ അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മ എന്ന് പറയുന്ന കവിതയിൽ അദ്ദേഹം ഉമ്മയോടുള്ള സ്നേഹത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ പറയും, നട്ടപ്പാതിരക്ക് അദ്ദേഹം വളരെ വലിയ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രായമുണ്ട്, അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ വലുതായിട്ടുണ്ട്. അങ്ങനെ രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് അദ്ദേഹം പിന്നെ വാഷ്റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് എണീറ്റ സമയത്ത് വീട്ടിലെ എല്ലാ ആളുകളും നല്ല ഉറക്കത്തിലാണ്. പക്ഷേ എല്ലാ ലൈറ്റുകളും അണഞ്ഞിട്ടുണ്ട്. വീട്ടിലെ ഒരു റൂമിൽ മാത്രം ചെറിയൊരു വെളിച്ചം കാണുന്നുണ്ട്. അത് ആരുടെ റൂമായിരിക്കും? ഇപ്പോൾ ചോദിച്ചാൽ നമ്മൾ പറയാം, അത് ആരുടെ റൂമാക്കാൻ നമ്മളെ മക്കളതാണ് അറിയാം. കാരണം മൊബൈലുമ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടാണെങ്കിൽ ആരതായിരിക്കും? ഉമ്മാൻ്റെ റൂമായിരിക്കും. അപ്പോൾ മൂപ്പര് അതിങ്ങനെ മെല്ലെ മെല്ലെ വല്ലാതെ സൗണ്ട് ഉണ്ടാക്കാതെ ഉമ്മാൻ്റെ റൂമിൻ്റെ ഡോറിങ്ങനെ തുറന്ന് നോക്കിയപ്പോൾ കട്ടിൽ എണീറ്റിരുന്നിട്ട് പറയുന്നുണ്ട്, ജപമാല ഇങ്ങനെ തിരിപ്പിടിച്ചിരിക്കുന്നുണ്ട് ഉമ്മ. എന്നിട്ട് മൂപ്പര് മെല്ലെ ചോദിക്കുന്നുണ്ട്, ഉമ്മ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത്, ഉറക്കം വരുന്നില്ല കുട്ടി എന്നാണ്. അങ്ങനെ തന്നെ കവിതയിൽ പിന്നെ അതിൻ്റെ ഇതിൽ മൂപ്പര് പറയുന്നത്. അപ്പോൾ പിന്നെ റഫീഖ് അഹമ്മദ് ആ മകനെ കുറിച്ച് എഴുതുന്നുണ്ട്. അദ്ദേഹം അപ്പം ആലോചിച്ച് നോക്കി, എന്നെ പണ്ട് ഉറക്കാൻ വേണ്ടി ഉമ്മ ഒരുപാട് ഉറക്കമൊഴിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് നമുക്കറിയാം, ഉറക്കമൊഴിക്കുന്ന ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ ഉറക്കമൊഴിക്കുന്ന നമ്മളെ കൂടെ ആരായിരിക്കും? ഉമ്മമാരായിരിക്കും. ഇവിടെ നമ്മുടെ ഭാര്യമാരില്ലേ, ഏറ്റവും കൂടുതൽ എൻ്റെ സഹോദരിമാർക്കറിയാം, രാത്രി ഉറക്കം ഡെലിവറി കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞൊരു 2-3 വയസ്സ് വരെ മാക്സിമം ഉറക്കമില്ലാത്ത ആൾ നമ്മളെ വീട്ടിൽ ആരായിരിക്കും അല്ലേ? നമ്മളൊക്കെ സ്വഭാവം എന്തൊക്കെ ഞാനടക്കം നമ്മൾ കുട്ടി ഇങ്ങനെ പറയുമ്പോൾ നാട്ടി കൊടുത്തല്ലേ തൊട്ടിയിൽ ചിലപ്പോൾ കരയുന്നുണ്ട്. നമ്മളെ ആ തൊട്ടി പിടിച്ച് നാട്ടാൻ വരെ നമ്മളെ ഉറക്കം നമുക്ക് എന്താണ് അല്ല. ഇവർക്കാണെങ്കിലോ ഇവർ നമ്മളോട് നിങ്ങളിങ്ങനെ തന്നെ പറഞ്ഞാലും ആ കുട്ടീനെ ആട്ടും, കുട്ടീനെ കൂടുതൽ കരയിപ്പിക്കില്ല. ആ ഉറക്കം പിന്നെ അവരുടെ ഉറക്കം എപ്പോഴേലൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ കയറി വരുന്ന സമയത്ത് അവർ പിന്നെ നമ്മൾ കരുതുന്ന എല്ലാ രൂപത്തിലും നമ്മൾക്ക് സേവനം ചെയ്യണമെന്നൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് അവർക്ക് കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കുട്ടികളെ ഒരു കാര്യം ഇത് നോക്കുന്ന സമയത്തുള്ള ആ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ റഫീഖ് അഹമ്മദിൻ്റെ ഉമ്മ എന്നുള്ള കവിതയിൽ ഒരു 2 ഇതിലിങ്ങനെ പറഞ്ഞു തരാത്. അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. അദ്ദേഹം പറയുന്നുണ്ട്, ആ രംഗത്തെ ഉമ്മയുടെ പ്രായമായ ഉമ്മയുടെ റൂമിലേക്ക് മകൻ കയറി ചെല്ലുമ്പോൾ ഉമ്മ ഇരിക്കുന്ന ഒരു രംഗത്തെ മകൻ പറയാണ്, രാവിൻ്റെ യാമങ്ങളിൽ എപ്പോഴോ ഉണർന്നപ്പോൾ ഉമ്മയുണ്ടുറങ്ങാതെ അപ്പോഴും ജപമാലകൾ മെല്ലവേ തിരുപ്പിടിച്ച് ഏകാന്തമിരിക്കുന്നു, ഉറക്കമില്ല എന്നവർ ചൊന്നു അപ്പോഴോർത്തു ഞാൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. താരാട്ടുപാടിത്തന്നും താലോലമാട്ടിത്തന്നും തന്നുടെ ഉറക്കമതത്രയും തന്നിട്ടാവാം, ഇന്നവർ ഉറക്കമറ്റിങ്ങനെ ഇരിക്കുന്നു, തൊട്ടിലാട്ടിയ കൈകൾ തൊട്ടകാലമേ മറന്നുപോയി. എന്നിട്ട് അവരിങ്ങനെ പോകുന്നുണ്ട്. അത് പറയുന്നത് അവർക്കിടയിൽ നമ്മൾ വായിക്കുമ്പോൾ ഉമ്മാക്കും ഒരുപാട് അസുഖങ്ങളുണ്ട്. ഉമ്മാക്ക് ആ ഉമ്മയുടെ ആ ഒരു സമയത്ത് ആവശ്യം മകൻ്റെ സ്നേഹ പിന്നെ സ്പർശനങ്ങളാണ് പറയുന്നത്. കവി അതാ പറയുന്നത്, തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലമേ മറന്നുപോയി. നമ്മളൊക്കെ തൊട്ടിലാട്ടിയ ഉമ്മാൻ്റെ കൈകളിൽ നമ്മൾ തൊട്ടിട്ട് അത് ഞാൻ മറന്നുപോയി, എന്നാണ് തൊട്ടത് എന്ന് എനിക്ക് ഓർമ്മയില്ല. ചില കവിതകൾ നമ്മളങ്ങനെ ഹർട്ട് ചെയ്യും വായിക്കുമ്പോൾ. നിങ്ങൾ ചില കവിതകൾ ഇങ്ങനെ വായിച്ചു നോക്കുള്ളൂ അത് നമുക്കതിൻ്റെ ആശയതലങ്ങളിലേക്ക് അതിൻ്റെ ഭാവനകളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ഇപ്പം നിങ്ങൾ ആലോചിച്ചോളൂ, നമ്മളെ ഉമ്മനെ തൊട്ടിട്ട് ഞാനും നിങ്ങളൊക്കെ എത്ര ഇപ്പോൾ
നമുക്ക് ഉമ്മി വാപ്പില്ല, പക്ഷെ ഉള്ള സമയത്ത് നമ്മൾ ഉമ്മാൻ്റെ അടുത്ത് പോയിരിക്കാറുണ്ടോ? ഉമ്മാൻ്റെ തോളി കൈയിട്ടിരിക്കും. ഇപ്പോൾ പലപ്പോഴും അറിയാം എങ്ങനെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ തോളി കൈയിടുക. ഇപ്പോൾ ഞാൻ ഇത്രയും വലുതല്ല, ഇപ്പോൾ എനിക്ക് 40-45 വയസ്സായി. എന്നെക്കാളും പ്രായമുള്ള ഒരാൾ, ഒരു മകനെ കുറേ പ്രായമുള്ള വാപ്പാൻ്റെ തോളിൽ കൈയിട്ട് വാപ്പാൻ്റെ കവളത്തു നിന്ന് നുള്ളി ഇല്ലേ, അങ്ങനെ ചെയ്യാറുണ്ട് നമ്മൾ. അല്ലെങ്കിൽ വാപ്പാനെ ഉമ്മ വെച്ച്, അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഒപ്പം കളിച്ച്. ഉമ്മാനോട് എന്നാലും ആൺമക്കൾ കുറേയൊക്കെ എന്ത് ചെയ്യും, അടുക്കളയിൽ പോയിട്ട് ഇങ്ങനെ നുള്ളിയിട്ടും പിച്ചിട്ടൊക്കെ കളിക്കും. നമ്മൾ വാപ്പാൻ്റെ അടുത്തേക്ക് എത്ര നമ്മളെ ഇല്ല, ഒരു ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ, ഒന്നും ഉണ്ടാവില്ല. അതൊരു സ്വാഭാവികമാണ്. ആ ഒരു സ്വാഭാവികത നമുക്കറിയാം. ഇപ്പോൾ വാപ്പ എവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ പോർച്ചിൽ നിർത്തിയിട്ട് മെല്ലെ പോണിട്ടിട്ടില്ലേ, സ്റ്റെപ്പൊക്കെ അറിയാതെ കയറിയിട്ട് ഇങ്ങനെ പോകും. എന്നിട്ട് ഉള്ളികൾ കയറിയാൽ ഒരു ഓട്ടാണ് ഉമ്മാൻ്റെ അടുത്ത്. നേരെ മറിച്ച് വാപ്പാൻ്റെ ഇത് സലാം പറഞ്ഞിട്ടില്ലേ. ഇപ്പോൾ ഈ അറബുകളിൽ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല നിങ്ങൾ, അവർ ഉമ്മ വെക്കുന്നുണ്ടല്ലേ നെറ്റിമ്മ പിന്നെ പ്രായമുള്ള ആളുകളെ ഉമ്മ വെക്കണീന് ഓരോന്നുണ്ട്, നമുക്കറിയില്ല. ചിലവർ നെറ്റിമ്മ വെക്കും, മൂക്കുകൊണ്ട് ഇങ്ങനെ ഇതാക്കുന്നത്. അത് ഏതാണ് അതിൻ്റെ ഒരു കാറ്റഗറി നമുക്കറിയില്ല, പക്ഷെ അത് അവരിലുണ്ട്. പക്ഷെ അവർ കല്യാണം കഴിഞ്ഞാൽ മാറിപ്പോകുമെങ്കിലും അവർക്ക് അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല, അവർ കെട്ടിപ്പിടിക്കുന്നുണ്ടില്ലേ. നമ്മളിപ്പോൾ ഞാൻ പറയണേ പെരുന്നാളിന് ഇവിടെ എല്ലാവരും ഹഗ് ചെയ്യും അല്ലേ, ഇതും പറഞ്ഞു. നമ്മളെ നാട്ടിൽ പെരുന്നാൾ നമ്മൾ വാപ്പാനെ ഹഗ് ചെയ്തിരിക്കണം. സത്യം പറഞ്ഞിട്ടില്ല, ഞാനടക്കം നമ്മൾ വാപ്പ ഈദ് മുബാറക്കായിട്ട് ഇങ്ങനെ മുത്തിക്കണം ഇല്ല. എന്തുകൊണ്ടാണത് അല്ലേ? അതാരെ കാണിച്ച് തരേണ്ടത് നമുക്ക് ആരായിരുന്നു? നമ്മളെ വാപ്പ അല്ലേ. നമ്മുടെ വാപ്പാൻ്റെ വല്യപ്പാനെ ഉമ്മ കൊടുക്കണത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നമ്മൾ കൊടുത്തു പോകും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ എൻ്റെ ഒരു പൊങ്ങച്ചം പറയില്ല കേട്ടോ, ചിലപ്പോൾ ഇയാൾ എന്തെന്നോണം അറിയാം, അതല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ വാപ്പ കാണിച്ചു തന്നൊരു ഇതായിരുന്നു. ഞങ്ങൾ എത്ര കുട്ടികളെ നമ്മൾ വീട്ടിൽ നിന്ന് എവിടേക്കും കോളേജിൽ പോകുമ്പോൾ ചേർത്ത് പിടിച്ച്, ഇപ്പോൾ ഗൾഫിക്കൊക്കെ പോരുകയാണെങ്കിലും നാട്ടിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് പോകണമെങ്കിലും ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇന്നയാണെങ്കിൽ ഫാറൂഖിനെ നോക്കും. ഇത് ഫാറൂഖിൻ്റെ മോളും കണ്ടു, എൻ്റെ മൂത്ത മോനും കണ്ടു. ഇത് ഇപ്പോൾ കുറി ആ വെക്കേഷൻ ഇങ്ങനെ ചെല്ലുമ്പോൾ അവന് എൻട്രൻസിന് പോകുന്ന സമയത്ത് കോട്ടയത്തേക്ക് ഞാനിങ്ങനെ അവനെ ബൈക്കിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ നോക്കുക. അവൻ ഓൾക്ക് പോയി ഉമ്മ കൊടുക്കുന്നുണ്ട്, കാരണം താടി മീശൊക്കെ വന്ന് ഷേവ് ചെയ്ത ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ നോക്കി, എനിക്ക് തിരുവല്ലേന്ന് അറിയില്ലല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ബൈക്കുമ്പോൾ ഇങ്ങനെ കയറാൻ നേരത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ നമ്മക്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നു. അപ്പോൾ ഞാൻ അവനോട് ചിന്തയാൽ അല്ല വാപ്പാക്ക് ഇത് എങ്ങനെയാണോന്നറിയില്ല, കാരണം ഉമ്മാക്ക് കൊടുത്ത് ശീലിച്ചു എന്ന് പോകുമ്പോഴും അങ്ങനെ ഉണ്ട്. അത് നമ്മളൊരു ശീലം ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ നമ്മളെപ്പോഴും വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മൾ വാപ്പിയമ്മയും കിടക്കുന്ന റൂമുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ എന്ത് തിരക്കാണെങ്കിലും അവരുടെ കാലിൻ്റെ ചുവട്ടിൽ അവിടെ ഇരുന്നിട്ട് ഉമ്മാൻ്റെ കിടക്കയിലാണെങ്കിൽ നമ്മൾ മേൻ കിടക്കും. അപ്പോൾ വാപ്പാൻ്റെ ആണെങ്കിൽ കാലിൻ്റെ ചുവട്ടിൽ പോയി ഇങ്ങനെ ഇരുന്ന് നേരെ കുറച്ച് അവിടെ കിടന്ന് വർത്താനം പറഞ്ഞ് കുറച്ച് നേരം ഓരോട് ഇങ്ങനെ എല്ലാം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പിയൊക്കെ. നിങ്ങളെ നോക്കിയിട്ടുള്ളൂ. ഇനി വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഇവിടെ ആകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നമുക്ക് എന്താ നമ്മൾ ഇവിടുന്ന് ഫോൺ ചെയ്താൽ മതി. ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ സത്യത്തിൽ ഞാനടക്കം ഇപ്പോൾ നമ്മളൊക്കെ ചോദിക്കണം, ഉമ്മാനും വാപ്പാനും വീഡിയോ കോൾ ചെയ്തിട്ട് എത്ര ദിവസമായി? നമ്മൾ അങ്ങനെ തന്നെ പറയും. ഭാര്യനെ വിളിക്കാറില്ല. ആ കാണിച്ചെന്ന് അവിടെ എന്തായാലും അവിടെ കുക്കിങ്ങും പിന്നെ മക്കളത് ഒക്കെ ഉണ്ട്. അപ്പുറത്തെ റൂമിലിരിക്കുന്ന വാപ്പാനെ ചില വാപ്പാർ എന്താടാ ഓക്കെ അല്ലേ അവയെ കട്ട് ചെയ്യും, എന്നാലും വീഡിയോ കോൾ വിളിക്കാറുണ്ട്. ഉമ്മ അപ്പോൾ ഓള് പറയും ഉമ്മനെ വിളിച്ചില്ല, നാളെ വിളിക്കാം, ഞാൻ തിരക്കിലാണ്. നമ്മൾ ഈ തിരക്ക് മാറിയിട്ട് വിളിക്കുമ്പോൾ ആ ഫോണിൻ്റെ അങ്ങേ തലയ്ക്ക് ആ ഫോൺ എടുത്ത് ഹലോ മോനേന്ന് പറയാൻ ആ ശബ്ദം നിരച്ചാൽ പിന്നെ ഭയങ്കര സങ്കടകരം. അത് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. വാപ്പിയമ്മയും ഒരു വർഷത്തിൻ്റെ ഇടയിൽ മരണപ്പെട്ടു. പിന്നെ നമ്മൾക്ക് വിളിക്കുമ്പോൾ വീട്ടിൽ കയറിച്ചപ്പോൾ ആദ്യം റൂമിലേക്ക് ഓടിക്കയറും അറിയാതെ. അതില്ലാതാകുമ്പോൾ നമുക്ക് തന്ന താങ്ങായിട്ടുള്ള ആ തണൽ മരം അവിടെ നിന്ന് പോകുമ്പോൾ പിന്നെ നമ്മൾ വെയിലത്തായിരിക്കും. പിന്നെ ജംഗ്ഷനിൽ ദിശ അറിയാതെ നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവും കുറച്ച് കാലങ്ങൾ. അപ്പം അതുകൊണ്ട് എല്ലാ സമയത്ത് നമ്മൾ അവരെന്ത് ചെയ്യണം, ഇതാക്കണം. 5 മിനിറ്റ് 10 മിനിറ്റും കൂടി അല്ലേ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ റഫീഖ് അഹമ്മദിൻ്റെ ഈ കവിത ചൊല്ലിയപ്പോൾ നമ്മുടെ മക്കൾ ഒരു ഉമ്മയുടെ മൂപ്പര് പറയുന്നുണ്ട്, തൊട്ടിലാട്ടിയ കൈകളിൽ തൊട്ട കാലമേ മറന്നുപോയി എന്ന് പറയുമ്പോൾ നമ്മൾ അവരോടൊക്കെ ഒന്ന് അടുത്തിടപഴകുക, സ്നേഹത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളൊരു ബന്ധം അത് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് ഒരു പ്രത്യേകതയാണ്. നമുക്കറിയാം ഈ സ്നേഹം എന്നുള്ള ഒരു വികാരം ഉണ്ടല്ല, അതിനൊറ്റ ധർമ്മമുള്ളൂ. നമുക്കറിയാം ലവ് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പറമ്പിലാണ് ഹബ്ബ് എന്ന് പറയുന്നത് അല്ലേ. തായർ മൊയിലൊക്കെ എൻ്റെ ഗ്രാമറൊക്കെ നമുക്ക് ചിലപ്പോൾ തെറ്റും.
അപ്പോൾ ഈ പിന്നെ സ്നേഹത്തിന് പറയുമ്പോൾ അതിൻ്റെ ഓരോ വശങ്ങളിലേക്ക് പോകുമ്പോൾ അത് ഏറ്റവും നല്ലത് അതിൻ്റെ ഈ സ്നേഹത്തിന് ഒറ്റൊരു എക്സ്പ്രഷനുള്ളൂ. അത് എന്ത് ചെയ്യണം? പ്രകടിപ്പിക്കണം. അത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാലുള്ളത് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് സ്നേഹം, അപ്പോൾ നമ്മൾ പലപ്പോഴും പ്രകടിപ്പിക്കാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇപ്പോൾ മക്കളോട് മരുമക്കളോട് ഒക്കെ ദോഷം. ചില അമ്മായിമാരൊക്കെ പറയുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല. ഈ ഉമ്മ, രണ്ടാമത്തെ ഉമ്മ എന്നല്ല നമ്മൾ പറയാം. അമ്മായിമ്മ എന്നൊക്കെ പല ഔട്ട് ഓഫ് ഫാഷൻ. മരുമകൾ എന്ന് പറയാൻ മറുമകൾ എന്നാണ്. മരുമകൾ എന്നൊക്കെ നമ്മൾ വേറെ ഒരു അമ്മായിമ്മ മരുമകൾ എന്ന് പറയുമ്പോഴൊക്കെ നമ്മളിപ്പോൾ ഇറാൻ, അമേരിക്ക പോലെ നമ്മൾ മൈൻഡിൽ അങ്ങനെ ഒരു ഇതാക്കി വെച്ചിരിക്കുകയാണ്. നേരെ മറിച്ച് അങ്ങനെ കയറി വന്ന പെൺകുട്ടിയെ മകൻ്റെ ഭാര്യയോട്, ഇണയോട് ഒരു ഉമ്മയുടെ മോളക്കാൾ സ്നേഹത്തിൽ പെരുമാറിയ ആ വീട്ടിൽ എങ്ങനെയാകാരം ഒരു പ്രശ്നം ഉണ്ടാകും. ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും ഉണ്ടാവുക? പിന്നെ ഭർത്താവായിട്ടില്ല, മകനും ഭർത്താവുമാണല്ലോ. നമുക്ക് കിട്ടുന്നൊരു പീസ്ഫുൾ ഉണ്ട്, സമാധാനം ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ കയറി വരുന്നതോട് കൂടെ എന്താ കാര്യം? കേൾക്കും. അത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് മോഡലാണ്, എല്ലായിടത്തും ഇതുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ പ്രകടിപ്പിക്കുക. ഇപ്പോൾ സ്നേഹം കൊടുത്തിട്ട് ചിലപ്പോൾ പറയും മക്കളെ ഓവർ സ്നേഹിച്ച ഒരു തലയിൽ കയറുന്നത് അല്ലേ? അല്ലെങ്കിൽ ഞാൻ മരുമകളോട് അല്ലെങ്കിൽ എൻ്റെ മകൻ്റെ പെണ്ണിനോട് ഇങ്ങനെ ഓവറായി കുണിഞ്ഞ് നിന്ന് ഓളിൻ്റെ സ്നേഹം കൊടുത്തിട്ട് ആരെങ്കിലും തലയിൽ കയറിയ ചരിത്രമുണ്ടോ ലോകത്ത്? അങ്ങനെ ഉണ്ടോ? ഉമ്മ എന്നെ സ്നേഹിച്ചെന്ന് അമ്മാനോട് 4 തെറി പറയട്ടെ, ഉമ്മാനോടൊന്ന് ചൂട്, അങ്ങനെ ആരെങ്കിലും പറയാം? അല്ലെങ്കിൽ മക്കളെ സ്നേഹിച്ചിട്ട് എന്നാൽ വാപ്പാൻ്റെ അടുത്ത് ഞാൻ മുണ്ടൂല അങ്ങനെ പറയാം, ഉമ്മാനോട് മുണ്ടു അങ്ങനെ പറയാറില്ലല്ലോ. അതുകൊണ്ട് സ്നേഹിക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കണം. അതിൻ്റെ ഏറ്റവും വലിയ ഇസ്ലാമിക ചരിത്രമാണ് മക്കം ഫതഹ് എന്ന് പറയുന്നത്. മക്കം ഫതഹിൽ നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കീഴടക്കി ഒരു തുള്ളി രക്തം ചിന്താതെ പ്രവാചകൻ്റെ കീഴിലേക്ക് മക്ക അടിയറവ് പറയുകയാണ്. ഓടിച്ച ജന്മനാട്ടിൽ നിന്ന് പലായനം ചെയ്യിച്ച നാട് ഇന്ന് പ്രവാചകൻ നമ്മൾ പറയുമ്പോൾ കാലിൻ്റെ ചുവട്ടിലേക്ക് പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ്. എല്ലാ കൊലകൊമ്പന്മാരും മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ശത്രുക്കൾ വരിയായി നിൽക്കുമ്പോൾ പ്രവാചകൻ അവരുടെ മുന്നിലൂടെ അങ്ങനെ നടന്നു വരുന്നുണ്ട്. അങ്ങനെ നടന്നു വരുന്ന സമയത്ത് നമുക്കറിയാം ശത്രുക്കളുടെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും? ഏത് സമയത്തും എന്തും ചെയ്യാം. അവരെന്നെ പറയുന്നുണ്ട് പരസ്പരം കൊണ്ടും, ഇന്ന് മുഹമ്മദ് നമ്മൾ എന്താണ് ചെയ്തത് ഏറ്റുവാങ്ങാൻ നമ്മൾ തയ്യാറാണ്. ചിലപ്പോൾ തല എന്ത് ചെയ്യും? കൊയ്യും. കാരണം അത് പറയാൻ കാരണം ഇപ്പുറത്ത് നിൽക്കുന്ന ആരാ? ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവരൊക്കെ നമ്മൾക്ക് ചരിത്രത്തിൽ അവരുടെ അലി അൽ ഹൈദർ എന്നാ പറയുക അല്ലേ? ഖാലിദ് ഇബ്നു വലീദിനെ അസദുല്ല എന്ന് പറയുന്നത്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഓരോന്നും ആ ചരിത്രങ്ങൾ സീറകൾ ചരിത്രം പഠിക്കുമ്പോൾ അറിയാം. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കടന്നു വരുന്ന സമയത്ത് സഹാബിമാരൊക്കെ ഭയങ്കര ടെമ്പറിലാണ്. ടെമ്പറിൻ്റെ കാരണം എന്ന് വെച്ചാൽ അങ്ങേയറ്റം ഉപദ്രവിച്ച ആളുകളാണ് മുന്നിൽ നിൽക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട നാട്ടി വിട്ട ആളുകൾ. അതേപോലെ തന്നെ പ്രവാചകനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മുന്നിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, പ്രവാചകരെ നിങ്ങളൊന്ന് മൂളിയാൽ മതി, ബാക്കി ഞങ്ങൾ ഏറ്റു എന്ന് പറയുന്നുണ്ട്. സഹാബത്തിന് ഒരു സമ്മതത്തിന്, നബിയിൽ നിന്നൊരു സമ്മതത്തിന് വേണ്ടി കാതോർത്ത് നിൽക്കുന്ന സമയത്തും പ്രവാചകൻ സമ്മതം കൊടുത്തിട്ടില്ല. ഇന്ന് എന്തും ചെയ്യുക പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഓരോരുത്തരുടെ അടുത്തെത്തി. ഇങ്ങനെ ഓരോരുത്തർ നോക്കി നിൽക്കുന്ന അടുത്താണ് വഹ്ശിയുടെ അടുത്തെത്തുമ്പോൾ പ്രവാചകൻ ചോദിക്കുന്നു, അൻത വഹ്ശി എന്ന് ചോദിക്കുന്നു, നീയാണോ വഹ്ശി? അതുവരെ പ്രവാചകൻ നേരെ ഫേസ് ടു ഫേസ് വഹ്ശിനെ കണ്ടിട്ടില്ല. ആരാണ് വഹ്ശി എന്നറിയാം? പ്രവാചകൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇളാപ്പ ഹംസ റളിയല്ലാഹുവിനെ ഉഹുദ് യുദ്ധത്തിൽ ചാട്ടുളിറിഞ്ഞ് കൊന്നാളാണ്. കൊല്ലാൻ ഓർഡർ കൊടുത്ത ആളും കൊന്ന ആളും പ്രവാചകന് മുമ്പിലുണ്ട്. പ്രവാചകൻ കൂടുതൽ അടുത്ത് നിന്നിട്ട് ചോദിച്ചു, ഖത്തൽത ഹംസ, നീയാണ് ഹംസയെ കൊന്നത് ചോദിച്ചു. അപ്പോൾ വഹ്ശി പറയുന്നുണ്ട്, ഞാൻ റസൂലുള്ളാഹ്, ഞാനാണ് കൊന്നത്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെ എക്സ്പ്രഷൻ ചരിത്രം വരച്ച് കാണിക്കുന്നുണ്ട്. കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീരൊഴുകയും ദേഷ്യത്താൽ മുഖം ചുവന്നു തുടുക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. എൻ്റെ ആ ചരിത്രം നിങ്ങൾക്ക് അറിയാലോ. വഹ്ശിനോട് പറയാം, എൻ്റെ ഫേസിൽ നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, വന്ന് മുസ്ലിമായി വഹ്ശി നിന്നെ കാണുമ്പോൾ എനിക്ക് എന്നെ ആരെ ഓർമ്മ വരും? എൻ്റെ എളാപ്പാനെ ഓർമ്മ വരും, ഹംസനെ ഓർമ്മ വരും. അതുകൊണ്ട് എൻ്റെ മുന്നിൽ എനിക്ക് മുഖം തരരുത്. അത് ദേഷ്യം കൊണ്ടല്ല, ഹംസ റളിയല്ലാഹു ആലോചിച്ചിട്ടുള്ള സങ്കടം കൊണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ, ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ പ്രവാചകൻ വളരെ സർഗാത്മകമായിട്ട് ആർട്ടിസ്റ്റിക്കായിട്ടാണ് അവിടെ ഒരു പ്രതികരിച്ചത് എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ഹബൂ ഫഅൻതും മുത്തലക്കാണ്, അവരോട് പറയുന്നത്, നിങ്ങളെ പോയിക്കോ, നിങ്ങളൊക്കെ സ്വതന്ത്രരാണ്. ഇപ്പുറത്ത് എന്തിനു കാത്തു നിൽക്കുന്ന സഹാബത്താണ് ഇവരെ കൊല്ലാൻ വേണ്ടി.
ആ സഹാബത്തിനെ അടക്കി നിർത്തി പ്രവാചകന്റെ ഏറ്റവും വലിയ പ്രതികാരം, സ്നേഹത്തിന്റെ ഒരു വികാരത്തിൽ പ്രവാചകൻ ചെയ്തു, നിങ്ങൾ പോയിക്കോ, നിങ്ങളൊക്കെ നിങ്ങൾ ആരും ഇന്നും ചെയ്യില്ല, ഇന്ന് മുതൽ നിങ്ങൾ സ്വതന്ത്രരാണ്. അതാണ് പ്രകടിപ്പിക്കേണ്ട സ്നേഹം. കൃത്യമായ പ്ലേസ് എവിടെയെന്ന് വെച്ചിട്ട് പ്രകടിപ്പിക്കണം. ഇപ്പോൾ നമ്മളെപ്പോഴും പറയും, ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മൾ പലപ്പോഴുള്ള പ്രശ്നം എവിടെയായിരിക്കും, നമുക്ക് ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം നമ്മൾ വീട്ടിലേക്ക് നമ്മൾ പറയുമ്പോഴും പല ആളുകൾ ഇപ്പോൾ ഒരു മക്കളുടെ മുമ്പിൽ മക്കൾക്ക് സ്നേഹം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിൽ നിന്ന് ആരുടെ വായിലേക്ക് വെച്ച് കൊടുക്കണം? പാരുടെ? നമ്മളൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടാവും. ഇപ്പം നമ്മൾ ആരെയും അടച്ചു വിട്ടാൽ നമ്മളൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. കാരണം നമുക്കതൊരു മടിയാണ്, അല്ലേ? എന്തുകൊണ്ടാണ് ആ ഒരു മടിയാണ്? മക്കൾ കാണുന്നില്ലതാണ്. നേരെ മറിച്ച് നമ്മളെ മനസ്സിൽ എൻ്റെ വാപ്പാക്ക് എൻ്റെ ഉമ്മയോട് അഗൈതവമായ സ്നേഹമുണ്ട് എന്ന് അറിയിക്കണമെങ്കിൽ അത് വേണം. അപ്പോഴല്ലേ അത് കൊടുക്കുമ്പോൾ മക്കളത് കാണുമ്പോൾ എന്തായിരിക്കും? ആ ഒരു ഇതിലേക്ക് അവർക്കും ഇതാണ് സ്നേഹം, ഇങ്ങനെയാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടല്ലേ ആയിഷ റളിയല്ലാഹു അൻഹ ഏതോ ഒരു മധുരപലഹാരം വേറൊരു ഭാര്യ കൊടുത്തപ്പോൾ അത് തട്ടിത്തെറിപ്പിച്ചപ്പോൾ നബിയുടെ കയ്യിൽ നിന്ന് ആ പാത്രം വീണു, ഭക്ഷണ പദാർത്ഥം താഴെ പോയി. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ചപ്പക്കുറ്റിയൊക്കെ ഒന്നാണ് കൊടുക്കുന്നിട്ട് നമുക്ക് എന്താണ് ഇതിലേ? നേരെ മറിച്ച് പ്രവാചകനൊന്നും ഉണ്ടില്ല. പ്രവാചകൻ ചെയ്തെന്താണ്? താഴെ ഇരുന്ന് ആ പൊട്ടിയ പാത്രങ്ങളുടെ കഷ്ണങ്ങൾ എടുത്ത് ആ പലഹാരങ്ങൾ ആ പാത്രത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഇപ്പുറത്ത് ആയിഷ ബീബി കരയാണ്. സമയത്ത് പ്രവാചകൻ എങ്ങനെയാണോ ലൊക്കേറ്റ് ചെയ്യുന്നത് സ്നേഹത്തെ, നമ്മുടെ വികാരങ്ങളെ, അത് നമുക്ക് കൃത്യമായിട്ട് ഭർത്താവിനോട് ഏത് സമയത്താണ് ഒരു സമയം ഉണ്ടാവില്ല, നമുക്കൊക്കെ പറയണ്ട. ജോലി കഴിഞ്ഞ് വരുമ്പോഴും ഒക്കെ ആളുകളെ സമയത്ത് പലപ്പോഴും പല സ്ട്രെസ്സും ടെൻഷനൊക്കെ ഉണ്ടാവും. ഇവിടെ നിൽക്കുമ്പോൾ, നാട്ടിൽ നിൽക്കുമ്പോൾ മക്കൾക്ക് ഉണ്ടാവും. സ്കൂൾ വിട്ടു വരുന്ന കുട്ടിയോട് അങ്ങോട്ട് ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ ഒരുപാട് ക്ലാസ്സിലുള്ള ടോർച്ചറിങ്ങോ അല്ലെങ്കിൽ അവിടെയുള്ള പഠനത്തിൻ്റെ ഭാരമൊക്കെ ആയിട്ടായിരിക്കും വരിക. അത് കഴിഞ്ഞിട്ട് ട്യൂഷന് പോകണമെന്ന് ആലോചിക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ കിട്ടുമ്പോഴേക്കും 10ാം ക്ലാസ് ആയിരുന്നു ട്യൂഷൻ. നമുക്ക് പഠിപ്പിക്കാൻ ടൈമില്ലല്ലോ. ഒരു കുട്ടിയുടെ കൂടെ നിന്ന് പഠിക്കേണ്ട കുട്ടികൾ ഇവിടെ നിന്ന് പഠിക്കും, പക്ഷേ ട്യൂഷൻ കൊടുക്കണ്ടെന്നല്ല പറഞ്ഞു. പക്ഷെ അവർക്കും റിലാക്സ് ചെയ്യേണ്ട സമയമുണ്ടല്ലോ. അവർക്ക് കളിക്കാൻ പോകുന്ന സമയത്ത് കളിപ്പിക്കണം. കളിക്കാൻ പോകാത്തൊരു കുട്ടിയെ പിടിച്ചിരുത്തി ഇപ്പോൾ 4 മണി മുതൽ 5 മണി വരെയൊക്കെ ഇവിടെ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്, ഇല്ലേ? ഒരു കുട്ടിയുടെ കളിക്കേണ്ട സമയം എപ്പോഴാണ്? ആ സമയം നമ്മളെന്താ ചെയ്യുക? ഇടിക്കുന്ന പഠിക്ക്, 10ാം ക്ലാസ്സാണ്, CBSE. നമ്മളെ പ്രതീക്ഷയൊക്കെ അവരിൽ നടത്താൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞേ, എനിക്ക് ഡോക്ടറാകാൻ പറ്റിയില്ല, ഇന്ന് ഈ ഡോക്ടർ ആയേ പറ്റൂ. അതൊന്നും പോണ ഇഷ്ടപ്പറ്റിയിലേക്ക് വിടണം. അല്ലെങ്കിൽ ഭയങ്കര മെൻ്റൽ. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുന്നത്, മോനെ എൻട്രൻസ് അവന് താല്പര്യത്തിൽ പോയപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ദിവസം നമ്മളെ അവിടെ ഇരുത്തിയിട്ട് പാരൻറ്റ് ടീച്ചേഴ്സിൻ്റെ ഇരുത്തി പറയുന്ന കുറേ കാര്യങ്ങൾ. ഒരിക്കലും പ്രഷർ കൊടുക്കരുത്. നമ്മൾ ചെയ്യണത് എന്താ കാര്യം? നമ്മൾ കൂടുതൽ പഠിക്കാൻ പറയുന്നവർക്ക് പ്രഷർ. അപ്പോൾ ഇതൊക്കെ മക്കളോട് എവിടെ പെരുമാറണം എന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയണം. വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും അവസരങ്ങളും അവസ്ഥകളും ആ സിറ്റുവേഷനും കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരോട് പെരുമാറുക എന്നുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ വിഷയം വലുതാണ്. എപ്പോഴെങ്കിലും ഒരു ക്ലാസ്സിൽ നമുക്ക് അങ്ങനെ അടുത്താഴ്ച എപ്പോഴെങ്കിലും എടുക്കുക, അത് കംപ്ലീറ്റ് ആക്കാം. ഞാൻ ഏതായാലും അവസാനിപ്പിക്കുക. അപ്പോൾ കാരണം ഇത് കുറേ ഉദാഹരണങ്ങൾ പറയുമ്പോഴാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്നേഹം എന്ന് പറയുന്നത് അത് പ്രകടിപ്പിക്കുക. അതാണ് സ്നേഹം. നേരത്തെ പറഞ്ഞ ഒരു പൂവാണ്. ആ പൂവ് പൂക്കുന്ന ഇടങ്ങളിൽ അതിൻ്റെ സൗരഭ്യവും അതിൻ്റെ നല്ല നറുമണമൊക്കെ കിട്ടണമെങ്കിൽ അത് നല്ല രൂപത്തിലാവണം. അതിനുള്ള വളമൊക്കെ കൊടുക്കണം. മക്കളിൽ നിന്ന് കിട്ടേണ്ടത്, ഭാര്യയിൽ നിന്ന് കിട്ടേണ്ടത്, അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി, ഒരു പാലാണ് സ്നേഹം എന്ന് പറയും. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാദത്തിലൂടെ നമ്മളെ വാഹനം ഓടിച്ച് പോകണം. ആർക്കും ടെൻഷനില്ല. രാത്രി കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും സമാധാനത്തോടു കൂടി ഒരു എന്നും വെക്കാണോ വഴക്കുള്ളൊക്കെ ഒരു വീട്ടിലത്തെ അവസ്ഥ വെച്ചാൽ രാത്രി കിടക്കുമ്പോൾ തന്നെ ഭയങ്കര പ്രശ്നമാണ്. നേരെ മറിച്ച് നമ്മൾ വളരെ സമാധാനപൂർവ്വമായിക്കൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി നമ്മൾ കിടന്നുറങ്ങുക. എന്നിട്ട് കൂടെ നമ്മൾ എന്ത് ചെയ്യാം? കിടക്കാൻ പോകുമ്പോൾ ഒരാളെ മാറ്റി നിർത്തൽ നിർബന്ധമാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, അല്ലേ? ഏതാണ്? നമ്മുടെ കയ്യിലുള്ള ഈ സാധനത്തെ അതിൻ്റെ നെറ്റ് ഓഫ് ആക്കിയിട്ട് അത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കരതാണ്. ഇത് നല്ലതുമാണ്, അതിൻ്റെ ഒപ്പം എന്തുമാണ്? നമ്മളെ കുടുംബം വരെ ഇല്ലാതാക്കുന്നൊരവസ്ഥ. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഭാര്യ അപ്പുറത്ത് കിടക്കുമ്പോൾ നമ്മൾ അറിയാതെ നോക്കുന്നേക്കാരം ഏതെങ്കിലും ഒരു മെസ്സേജ് ഒക്കെ അങ്ങനെ പോകും. അതിൻ്റെ ഒരു ഇതാണല്ലോ നമ്മൾ ഇന്ന് ഖുർആൻ ഓതുമ്പോൾ നമുക്ക് ഇല്ലേ ഈ ചിന്ത നമ്മൾക്ക് വല്ലാതെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ നമ്മൾ കൃത്യം. അപ്പോൾ റമദാൻ കഴിഞ്ഞേക്ക് തന്നെ നിങ്ങൾ കുറേ മാറ്റങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും.
ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തുടങ്ങിയ പിന്നെ വലിയ കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയും. അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ സ്നേഹം എന്ന് പറയുന്ന ഒരു വികാരത്തെ കൃത്യമായി കൊണ്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ സ്നേഹിക്കാത്തവൻ സ്നേഹിക്കപ്പെടുകയില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു വാക്ക്. നമ്മളാരും സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മളാരും ഇങ്ങോട്ടും സ്നേഹിക്കില്ല. നമ്മൾ എല്ലാവരും എന്നെ സ്നേഹിക്കണം, എനിക്കാർക്കും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് നടക്കുന്നൊരു കാര്യമില്ല. പരസ്പരം സ്നേഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നവരോടാണ് അള്ളാഹുവും പിന്നെ കരുണ കാണിക്കുന്നത്. വിദ്വേഷമില്ലാത്ത സ്നേഹമുള്ള ഒരു ലോകം ഉൾപ്പെടുത്തി തീർക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം. അള്ളാഹുവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ നീ സ്നേഹവും സമാധാനവും ഐക്യവും ഉണ്ടാക്കണമേ. പരസ്പരം സ്നേഹിക്കാനും അതേപോലെ തന്നെ കരുണ കാണിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമെന്നുണ്ട്. ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും സഹോദരന്മാർക്കൊക്കെ ആശ്വാസവും ആരോഗ്യവും പ്രദാനം ചെയ്യുവാനാകട്ടെ.